തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈപത്തിലും നാരങ്ങാഗതയും കരിമ്പുധനുഷം ശൂലം തഥാ ചക്രവും പിന്നെ പങ്കജമുട്ടു പാശമുടനെ നീലോൽപ്പലം നെല്ലുമായി കൊമ്പും കൊണ്ടരുളും ശ്രീ വിനായകനീക്കേറ്റം തുണച്ചീടണം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. സാരഥ്യവേലയിലതീവ സാമർഥ്യമേറുന്നൊരു കൃഷ്ണനെൻ്റെ മനോരഥം തന്നിലിരുന്നു കൊണ്ട് സാരഥ്യവേല തുടർന്നിടേണം. അഖിലഗുരോ ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സദാ രാധേതി കൃഷ്ണേതി ജപേന മമ ജീവനം ഇത്തം പ്രാർത്ഥയത്തെ നിത്യം കേശവം മദ്ഗുരും നമ. വന്ദേഹം പേരിഴും പെരുമ്പള്ളി വാഴും ശ്രീ കേശവഗുരുനാഥ പാദപത്മം. ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായിട്ടുള്ള ഭാഗവതം 10 ലക്ഷണങ്ങളോടുകൂടി ഭക്തന്മാരുടെ മുമ്പിൽ ശ്രീ ശുകബ്രഹ്മർഷി ഭാഗവതത്തെ അവതരിപ്പിക്കുമ്പോൾ മ്രിയമാണസ്യ സർവധാ യൽ ശ്രോതവ്യം, മരണത്തെ കാത്തിരിക്കുന്ന ഓരോരുത്തരും എന്താണ് കേൾക്കേണ്ടത്, ആരെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള പരീക്ഷത്തിൻ്റെ ചോദ്യം. മ്രിയമാണന്മാർ നമ്മളൊക്കെ തന്നെയാണ്, മരണത്തെ കാത്തിരിക്കുന്നവർ. പരീക്ഷത്തിന് 7 ദിവസം കഴിഞ്ഞിട്ടേ മരണം ഉള്ളൂ എന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത്ര കാലമിരിക്കൂമിനി എന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ. ഏത് നിമിഷത്തിൽ ഈ ശരീരത്തിൻ്റെ അവസ്ഥ നിശ്ചലമാവും എന്ന് അറിയാത്ത നമ്മൾ ഓരോ നിമിഷത്തെയും മരണത്തെ മാത്രം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ കരളിൽ വിവേകം കൂടാതെ കണ്ടരനിമിഷം വധ കളയരുതാരും മരണം വരുമിനി എന്നു നിനച്ചിഹ കരുതുക സതതം നാരായണ. നാരായണ നാമം ജപിച്ചുകൊണ്ടിരിക്കുക. ഭഗവാന്റെ നാമങ്ങൾ സദാ ജപിച്ച് 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 നാമസിദ്ധി വരുത്തുക. നാവിൽ നാമം താനേ വരണം. അറിയാണ്ട് തന്നെ ഉറക്കത്തിൽ വർത്തമാനം പറയുമ്പോഴും നാമമാവണം നാവിൽ വരണത്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നാരദമഹർഷി പറഞ്ഞതുപോലെ, സീരിയലിലെങ്കിലും നാരദമഹർഷിയെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നാരായണ നാരായണ. നേരിട്ട് കാണാനുള്ള യോഗ്യത നമുക്ക് ഉണ്ടോ നിശ്ചയില്ല. പക്ഷേ നാരദമഹർഷിയെപ്പോലെ നാമം ജപിക്കാൻ പറഞ്ഞു കൊടുക്കുന്ന സജ്ജനങ്ങളെ കാണാൻ സാധിക്കും. നാമം ജപിക്കൂ നാമം ജപിക്കൂ എന്ന് പറയുന്ന ഭഗവാൻ തന്നെ അവതാരം സ്വീകരിച്ചു വന്നിട്ട് നാമം ജപിക്കൂ നാമം ജപിക്കൂ. ആദ്യമായിട്ട് നാമം ജപിക്കൂ എന്ന് നമുക്കൊക്കെ പറഞ്ഞു തരിക അമ്മയാണ്. യശോദ കണ്ണനെക്കൊണ്ടും നിർബന്ധമായിട്ട് നാമം ജപിപ്പിച്ചിരുന്നു എന്ന് പറയും. നാരായണ നാരായണ എന്ന് ജപിക്കാൻ പറയുമ്പോൾ രാ എന്നൊന്നും ഉച്ചരിക്കാനുള്ള അത്ര പ്രായമായിട്ടില്ല. രാ എന്നൊക്കെ ഉച്ചരിക്കുന്ന കുറച്ചൊരു വലുതാവണ്ടേ. അപ്പോൾ അവസാനം കണ്ണൻ ജപിക്കും ഞാനാ 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 എന്ന് പറയും. മലയാളികൾക്കേ മനസ്സിലാവുള്ളൂ എന്താ അർത്ഥം എന്ന്. യശോദയ്ക്ക് മനസ്സിലായിട്ടില്ല. ഈ നാരായണൻ നാരായണൻ എന്ന് പറയുന്ന ആൾ ഞാനാണ് ഞാനാണ് എന്നാണ് കണ്ണൻ പറയണത്. നമുക്കും പറയാറാവണം. ഭാഗവതം ബ്രഹ്മോപദേശം ആകുമ്പോഴേക്കും പറഞ്ഞു അഹം ബ്രഹ്മ, ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന്. കൃഷ്ണന് ഞാനാണ് നാരായണൻ എന്ന് പറഞ്ഞതുപോലെ ഞാനാണ് ഈശ്വരൻ എന്ന്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവനാണ് ഈശ്വരൻ എന്ന് പറയാറാവണം. അതിന് പാകത്തിന് നമ്മളെ പാകപ്പെടുത്തിയെടുക്കണു ഭാഗവതം. ഒരു അമ്മയിൽ നിന്നും ഭഗവാനെക്കുറിച്ച് കേട്ട് അമ്മ പറഞ്ഞതിനെ അനുസരിച്ച് തപസ് ചെയ്ത് 6 മാസം കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി മരണത്തിൻ്റെ മൂർധാവിൽ ചവിട്ടിയും കൊണ്ട് ഭഗവാന്റെ ലോകത്തേക്ക് പോയ ധ്രുവൻ്റെ കഥയാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയതും ഇപ്പോൾ വായിച്ച് സമർപ്പിച്ചതും.
മൃത്യോർ മൂർധനിപദം ദത്വാ. ആ കഥ കേട്ടപ്പോൾ ആ കഥയെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ പറ്റണില്ല വിതുരർക്ക്. വിതുരർ വേറൊന്ന് ചോദിച്ചു. ഈ കഥ പറഞ്ഞു കൊടുത്തത് നാരദമഹർഷിയാണെന്ന് പറഞ്ഞുല്ലോ. ധ്രുവൻ്റെ കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലെന്താ ചോദിക്കാനുള്ളത്? 5 വയസ്സിൽ തന്നെ ഭഗവാനെ സ്വന്തമാക്കിയ ഒരാൾ, മരണത്തെ തൻ്റെ കാൽച്ചുവട്ടിലാക്കിയ ആൾ, ഒരാളും ജയിച്ചിട്ടില്ല മരണത്തെ. അങ്ങനെയുള്ള മരണത്തെ ജയിച്ച ധ്രുവൻ്റെ കഥ കേട്ടപ്പോൾ ഈ കഥ പറഞ്ഞു കൊടുത്തയാളെ അല്ല, ഈ കഥ കേട്ടതാരാണ്? പ്രചേതസ്സുകളുടെ സദസ്സിലാണ് നാരദ മഹർഷി ഈ കഥ പറഞ്ഞു കൊടുത്തത്. ആരാ ഈ പ്രചേതസ്സുകൾ? കേതേ പ്രചേതസോ നാമ കസ്യാപത്യാനി സുവ്രത കസ്യാന്യവായേ പ്രഖ്യാത കുത്രവാ സത്രമാസദ. ആരാ ഈ പ്രചേതസ്സുകൾ? ഈ ധ്രുവൻ്റെ കഥ കേൾക്കണം എന്നുണ്ടെങ്കിൽ പുണ്യം വേണ്ടേ? ഒരു പുണ്യം പാകാവാത്ത ആളുകൾക്ക് ആ ഒരു ധ്രുവൻ്റെ കഥ കേൾക്കാൻ സാധിക്കുമോ? ഇന്നേ അവരെ ലോകത്തിൽ ആരും ജയിക്കാത്ത മരണത്തെ ജയിച്ച് വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേർന്ന ധ്രുവൻ്റെ കഥ കേൾക്കാൻ ഭാഗ്യം വേണം. ആരാ ഈ പ്രജേതസ്സുകൾ? അവർ ഏത് വംശത്തിൽ ജനിച്ചിട്ടാണ് അവർക്ക് ഈ ഒരു പുണ്യം കിട്ടിയത്? ആരുടെ മക്കളാണ്? എവിടെയാണ് അവർ സത്രം നടത്തിയത് എന്ന് ചോദിച്ചപ്പോൾ പ്രജേതസ്സുകൾ പ്രാചീന ബർഹിസിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പോലെ വിശദമായിട്ട് കേൾക്കണം. ധ്രുവൻ്റെ വംശത്തിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ കഥ, ധ്രുവൻ്റെ മകൻ, അവരുടെ മകൻ, അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് പറഞ്ഞ് ധ്രുവൻ്റെ വംശം വർണ്ണിച്ച് താഴേക്ക് വരുമ്പോഴാണ് അവിടെ അങ്കൻ എന്നു പേരുള്ള ഒരു രാജർഷി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. രാജാവാണെങ്കിലും ഋഷിയെപ്പോലെയുള്ള ജീവിതം നയിച്ച ആളാണ് അങ്കൻ. ആ അങ്കൻ്റെ കഥ മുതലാണ് പറയാൻ തുടങ്ങുന്നത്. മറ്റ് രാജാക്കന്മാരുടെ കഥയൊക്കെ അങ്ങനെ പേര് പറഞ്ഞു പോണേ ഉള്ളൂ. അങ്കൻ വിവാഹം കഴിച്ചത് മൃത്യുദേവൻ്റെ മകളായിട്ടുള്ള സുനീധയെ ആണ് എന്ന് പറഞ്ഞു. ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് യാഗം ചെയ്യുകയാണ് അങ്കൻ. പക്ഷേ ഋഷീശ്വരന്മാർ പറഞ്ഞു സ്വീകരിക്കണില്ല ദേവന്മാർ. ഇപ്പം ഇന്ദ്രായ സ്വാഹ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനെ അവിടെ സ്വീകരിക്കണില്ല. വരുണനോ വായുവിനോ ഓരോ ദേവന്മാർക്കും കൊടുക്കുന്ന ഹവിസ് അവർ സ്വീകരിക്കണില്ല. അപ്പോൾ ചോദിച്ചു അത്രേ അങ്കൻ, നിങ്ങൾ മന്ത്രം ചൊല്ലിയതിൽ വല്ല പിഴവുണ്ടോ? അതോ ഈ ഹോമിക്കുന്ന വസ്തുക്കളിൽ എന്തെങ്കിലും അശുദ്ധിയുണ്ടോ? അതിനൊന്നും ഒരു കുഴപ്പമില്ല പറഞ്ഞു. കർമ്മത്തിൽ യാതൊരു കുഴപ്പമില്ല. ഒരു കർമ്മം ഭംഗിയാവണമെങ്കിൽ കർമ്മം ചെയ്യുന്ന ആൾക്കും കർമ്മത്തിന് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾക്കും മാത്രമല്ല, ഈ കർമ്മം ചെയ്യിപ്പിക്കുന്ന ആൾക്കും ഈശ്വരാനുഗ്രഹം വേണം. ഇപ്പോൾ ഒരു സദ്യ ഉണ്ടാക്കുകയാണ്, സാധനം നന്നായതുകൊണ്ട് കാര്യമില്ല, ഉണ്ടാക്കുന്ന ആൾ ശ്രദ്ധിച്ചുകൊണ്ടും കാര്യമില്ല. ഈ സദ്യ നടത്തുന്ന സ്പോൺസർ ചെയ്യുന്ന ആളുടെ ആ ഒരു ഈശ്വരാനുഗ്രഹം പോലെ, അല്ലെങ്കിൽ ഇത് ആരുടെ വക എന്ന ആളുടെ അതുകൊണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ, കാരണം അദ്ദേഹം നല്ല മനസ്സുള്ള ആളാണ്. ഇവിടെ യാഗം ചെയ്യിക്കണത് ആരാ? അങ്കനാണ്. അങ്കന് ലേശം ഈശ്വരാനുഗ്രഹത്തിൻ്റെ കുറവുണ്ട് തോന്നുന്നു. അപ്പോൾ എന്താ അതിന് കാരണമെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് നല്ല സമ്പത്ത്, സൗന്ദര്യം, ധർമ്മനിഷ്ഠ ഒക്കെ ഉണ്ട്. ഈ ജന്മത്തിൽ അദ്ദേഹത്തിന് യാതൊരു ദോഷവും ഭവിച്ചിട്ടില്ല. പക്ഷേ അങ്കന് പൂർവ്വജന്മത്തിൽ കുറച്ച് ദോഷമുണ്ട്. അതുകൊണ്ട് സന്താനങ്ങളില്ല. ഒരു കാര്യം ചെയ്യാം, സന്താനപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഹരിയെ ആരാധിക്കാം എന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പനെ തന്നെയാണ് സന്താനഗോപാലമൂർത്തിയായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ഹരിയെ സന്തോഷിപ്പിക്കാനായിട്ട് മറ്റൊരു യാഗം തുടങ്ങി സന്താനപ്രാപ്തിക്കായിട്ട്. ഒരു ദിവ്യപുരുഷൻ ആ യാഗാഗ്നിയിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു. ഹിരൺമയേന പാത്രേണ സിദ്ധമാതായ ഒരു പായസം കൊടുത്തു. അദ്ദേഹം പ്രസാദമായിട്ട് കിട്ടിയ ഒരു പായസം ചേർത്തിട്ട് 2 കയ്യിൽ പാത്രത്തിൽ വാങ്ങുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഇലയിൽ പൂവൊക്കെ തന്നു കഴിഞ്ഞാൽ അത് ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് തൊഴാൻ പറ്റും. കയ്യിൽ പാത്രം ഇരിക്കുമ്പോൾ കൈ ചേർത്ത് പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ആ പായസത്തോട് കൂടിയിട്ട് തലയൊന്ന് കുമ്പിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്നും ഉച്ഛ്വാസവായു ആ പായസത്തിൽ വീണു. അവഘ്രായ. പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ പ്രസാദം ചേർത്ത് പിടിച്ചിട്ടൊന്ന് തൊഴൂലോ, ഒന്ന് തല കുമ്പിട്ടതാണ്. ഉച്ഛ്വാസവായു ആ പായസത്തിൽ വീണു. ആ പായസം ഭാര്യയ്ക്ക് കൊടുത്തു. ഭാര്യ അത് കഴിച്ചു, ഗർഭമുണ്ടായി. കാണാൻ മിടുക്കനായിട്ടുള്ളൊരു ഉണ്ണിയുണ്ടായി. കാണാൻ മിടുക്കനാണ്, കാരണം യാഗത്തിൻ്റെ ഫലമാണ്, മോശമാവില്ല. പക്ഷേ ഉച്ഛ്വാസവായു വീഴ കാരണം അശുദ്ധമായ പായസമാണ് കഴിച്ചത്. വാസനിച്ച സാധനം കഴിക്കാൻ മനുഷ്യർക്ക് വിധിയില്ല, അത് മൃഗങ്ങൾക്ക് വിധിയുള്ളൂ.
പൂച്ച, നായ, പശു ഇവരൊക്കെ വാസനിച്ചിട്ടാണ് നല്ലതാണോ കഴിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കുക. മനുഷ്യർക്ക് ആ വിധിയില്ല. വാസനിച്ചാൽ പിന്നെ അത് അശുദ്ധമായിട്ട് മാറി. ഈ പായസം കഴിക്കാറുണ്ടായ കുട്ടി വേനൻ എന്ന് പേരിട്ടു. ദുസ്വഭാവമാണ് ഉണ്ടായത്. നടക്കാൻ തുടങ്ങിയപ്പോഴേക്ക് എന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന സ്വഭാവം. ആർക്കും ഈ കുട്ടിയെ എടുക്കാൻ ധൈര്യമില്ല. കാരണം എടുത്തു കഴിഞ്ഞാൽ അവരുടെ ചെവി പിടിച്ച് വലിക്കുക, അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ കുത്തി വേദനിപ്പിക്കുക, മൂക്ക് പിടിച്ച് വലിക്കുക, മുടി പിടിച്ച് വലിക്കുക. പിന്നെ ആരെങ്കിലും എടുക്കാൻ വരുമോ? ഉപദ്രവ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. വലുതായതോടു കൂടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. രാജകുമാരനാണ്, ഒന്നും പറയാൻ വയ്യ. എന്ത് നടത്തിയാലും സഹിച്ചോളുക. കുറച്ച് യുവാവായി മാറി. അതോടുകൂടി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. യുവാക്കളുടേതായിട്ടുള്ള ദുസ്വഭാവങ്ങൾ കാരണം വല്ലാണ്ട് വിഷമിച്ചു. ജനങ്ങൾ ചെന്ന് രാജാവിനോട് സങ്കടം പറഞ്ഞു. അങ്ങയുടെ മകൻ കാരണം വല്ലാണ്ട് ഉപദ്രവമാണെന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്ക് പറഞ്ഞ് നേരെയാക്കാൻ പറ്റണില്ല. അപ്പോൾ ജനങ്ങൾ ചോദിച്ചു, അത്രേ സ്വന്തം മകനെ നേരെയാക്കാൻ പറ്റാത്ത അങ്ങാണോ നാട് നേരെയാക്കാൻ പോണത്? ആ ചോദ്യം അദ്ദേഹത്തെ വല്ലാണ്ട് വിഷമിപ്പിച്ചു. എന്തൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും, സമ്പത്ത്, അധികാരം, സൗന്ദര്യം, മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദുസ്വഭാവിയായിട്ടുള്ള ഒരു സന്താനം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ വെറുതെയാണ്. അപ്പോൾ സൽസ്വഭാവിയായിട്ടുള്ളൊരു സന്താനം ഉണ്ടാവണം. ആദ്യ യാഗം ചെയ്യുമ്പോൾ തന്നെ ദേവന്മാർ ഹവിസ് സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഹരിയെ യാഗം ചെയ്തതിലും എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. യാഗത്തിൻ്റെ കുഴപ്പമല്ല, ഇദ്ദേഹം വാസനിച്ചു ആ പ്രസാദം എന്നുള്ളത് കൊണ്ടാണ്. വാസനിച്ച പ്രസാദം കഴിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഒരു പൂവെടുത്തിട്ട് വാസനിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ വാസനിച്ച പൂവ് കളയണം, പിന്നെ ചൂടാൻ പാടില്ല. പിന്നെ കൈ കഴുകിയിട്ട് വേണം വേറൊരു പൂവ് എന്തെങ്കിലും തുടരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ തൻ്റെ കർമ്മഫലം തന്നെയാണ് ഈ അനുഭവിക്കണത് എന്ന് മനസ്സിലായി. നല്ല പുത്രൻ ഉണ്ടാവണം എന്ന് എഴുതി വെച്ചുകൊണ്ട് രാത്രിയിൽ ആരോടും പറയാണ്ട് നാട് വിട്ടു പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്, ഞാൻ എന്തിനായി കാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിച്ചത്? ഇനിയുള്ള കാലം ഈശ്വരാരാധന മാത്രം മതി എന്ന് ചിന്തിക്കാൻ. അപ്പോൾ അതിന് കാരണം മകൻ്റെ ദുസ്വഭാവമല്ലേ, അപ്പോൾ അത് നല്ലതല്ലേ എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വന്ന് മാറ്റി എഴുതി ഇത്രേ: കുട്ടികളുണ്ടാവുകയാണെങ്കിൽ കുരുത്തം കെട്ട മക്കളുണ്ടാവണം. എന്നാൽ അവരുടെ ദുസ്വഭാവം കണ്ടിട്ടെങ്കിലും എൻ്റെ ഗുരുവായൂരപ്പ ഇങ്ങനെ ഒരെണ്ണത്തിനെയാണല്ലോ എനിക്ക് തന്നത് എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ പൂന്താനം പറഞ്ഞതുപോലെ എന്തുണ്ടാവും? ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവു ഞാനെന്നും വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും. ഓണം കഴിഞ്ഞു, വിഷു വരണു, തിരുവാതിര വരണു, പിറന്നാൾ വരണു, ശ്രാദ്ധം വരണു. ഉണ്ണിക്കൊരു വേളി കഴിപ്പിക്കണം, അതിലൊരു ഉണ്ണി ഉണ്ടായി കാണണം എന്ന് ആഗ്രഹിച്ച് സ്വന്തം ഉണ്ണിയെക്കുറിച്ചല്ലാണ്ട് ഈ ഉണ്ണിയെക്കുറിച്ച് കയ്യിൽ ഓടക്കോളം പിടിച്ച് പീലി ചാർത്തി മാല ചുർത്തി ആ ഗോപിക്കുരി തൊട്ട് വാലിട്ട് കണ്ണെഴുതി മഞ്ഞപ്പട്ട് കൊടുത്ത് ഓടക്കോളം വിളിച്ച് കിടക്കുന്ന ഈ ഉണ്ണിയെ ശ്രദ്ധിക്കാൻ സമയമുണ്ടാവില്ല, മനസ്സുണ്ടാവില്ല. കുട്ടികളെ അധികം സ്നേഹിക്കാൻ തുടങ്ങിയാൽ അത് കുട്ടികളുടെ സ്നേഹ സ്വഭാവമാണെങ്കിൽ ഇവിടെ തനിക്ക് ഇനി ഈശ്വരാരാധന മാത്രം മതി എന്ന് തോന്നാൻ കാരണം മകൻ്റെ ദുസ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നല്ലത് എന്ന് എഴുതി വെച്ചു അത്രേ. നീ വിചാരിച്ച് നമ്മളങ്ങനെ പ്രാർത്ഥിക്കേണ്ട, കുട്ടികൾ ഗുരുതം കെട്ടവരാവണം എന്ന് പ്രാർത്ഥിക്കേണ്ട. ഇനി പഞ്ചമസ്കന്ധത്തിൽ പറയാൻ പോണു, നാഭി മഹാരാജാവ് മകൻ്റെ ശ്രേഷ്ഠത കൊണ്ട് മകനെ രാജാവാക്കിയിട്ട്, ഋഷഭദേവനെ രാജാവാക്കിയിട്ട് കാട്ടിലേക്ക് പോയ നാഭിയുടെ കഥ പറയുന്നുണ്ട്. അവിടെ നാഭി മഹാരാജാവ് സൽപുത്രനാവുക കാരണമാണ് വേഗം കാട്ടിലേക്ക് പോയത്. ഇവിടെ വേനനെ സ്വഭാവം കൊണ്ട് അങ്കനെ കാട്ടിലേക്ക് പോകേണ്ടി വന്നു. കുറേ അന്വേഷിച്ചു അത്രേ. അവസാനം കാണാനില്ലാണ്ട് ഈ മഹർഷിമാർ വന്നിട്ട് രാജാവിന് എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ അത് തിരുത്തേണ്ട ചുമതല ബ്രാഹ്മണർക്ക് ഉണ്ട് അത്രേ. പഴയ രാജകൊട്ടാരങ്ങളിലൊക്കെ ഒരു രാജഗുരു ഉണ്ടാവും. അദ്ദേഹം ബ്രാഹ്മണനാവും, സർവജ്ഞനായിട്ടുള്ള ആളാവും. രാജാവിന് തീരുമാനമെടുക്കുന്നതിൽ എന്തെങ്കിലും സംശയം വന്നാൽ ഗുരുനാഥനോടാ ചോദിക്കുക. ഗുരുനാഥൻ ഇരിക്കിയ താഴെ മന്ത്രിമാരുടെ ഒപ്പമാണെങ്കിലും രാജാവ് വന്ന് ആ ഗുരുനാഥനെ നമസ്കരിച്ചിട്ടേ സിംഹാസനത്തിൽ കയറിയിരിക്കുള്ളൂ. അപ്പോൾ ഭരണാധികാരികൾക്ക് എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ ബ്രാഹ്മണർ, സജ്ജനങ്ങൾ അത് തിരുത്തി കൊടുക്കണം. ഇവിടെ രാജാവ് ഇല്ല. അവസാനം ഒരു രാജാവ് മരിച്ചു കഴിഞ്ഞാൽ മകനാണ് രാജാവായി മാറേണ്ടത്. വേനനെ രാജാവാക്കി മാറ്റി. വേനന് അധികാരം കൂടി കിട്ടിയതോടുകൂടി ദുർഭരണം ആരംഭിച്ചു എന്നാണ്. കാരണം ഉള്ളിലുള്ള ദുസ്വഭാവം, അവിവേകിതയാണ് ഉള്ളത്, വിവേകമില്ലാത്ത അവസ്ഥ. അത് പ്രവൃത്തിയിൽ കാണിക്കാൻ തുടങ്ങി. അവിവേകം പ്രവർത്തിക്കാൻ ഏറ്റവും പറ്റിയ മാർഗം യൗവനവുമാണ്.
യൗവനം, ധനസമ്പത്തി, പ്രഭുത്വം, അവിവേകിത. ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ അധപ്പതിക്കാൻ വളരെ എളുപ്പമാണ്. യൗവനം എപ്പോൾ വേണമെങ്കിലും അധപ്പതിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള മാർഗ്ഗമാണ്. അതുപോലെ ധനസമ്പത്തി, കാരണവന്മാരുണ്ടാക്കി വെച്ച സമ്പത്തുണ്ടെങ്കിൽ പെട്ടെന്ന് അധപ്പതിക്കും. പ്രഭുത്വം, അവിവേകിത, ഇത് 4 കൂടി ഒന്നിച്ച് വന്നുള്ള അവസ്ഥയാണ് വേനന് വന്നത്. അതോടുകൂടി ജനങ്ങളെ വിളിച്ചിട്ട് ഉപദേശിക്കാൻ തുടങ്ങി, ഇത്രയും നിങ്ങൾ യാഗം ചെയ്യരുത്, ഹോമം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ രാജാവ് അധർമ്മം ചെയ്യുമ്പോൾ സജ്ജനങ്ങൾ വന്ന് തിരുത്തി കൊടുക്കണം. സജ്ജനങ്ങൾ വന്ന് തിരുത്താൻ തുടങ്ങി. മഹർഷിമാർ വന്നിട്ട് പറഞ്ഞു, രാജാവേ ഇങ്ങനെയല്ല പറയേണ്ടത്, സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്നാണ് രാജാവ് ഉപദേശിച്ചു കൊടുക്കേണ്ടത്. ജനങ്ങളെ കൊണ്ട് ധർമ്മം ചെയ്യിക്കണം. കാരണം ജനങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ 1/6 രാജാവിനുള്ളതാണ്. അപ്പോൾ ജനങ്ങൾ ദുഷ്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ രാജാവിന് അതിൻ്റെ 1/6 അനുഭവിക്കേണ്ടി വരും. ജനങ്ങളെ കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യിക്കണം, അതിന് രാജാവ് തന്നെ സൽക്കർമ്മം ചെയ്യണം. മഹർഷിമാരെ അങ്ങേയറ്റം നിന്ദിച്ചു അത്രേ. നിങ്ങൾ പണിയെടുക്കാണ്ട് മറ്റുള്ളവരെ കയ്യിൽ നിന്ന് ദക്ഷിണയും വാങ്ങിയിട്ട് മറ്റുള്ളവർ ചെയ്യണ ഭിക്ഷയെടുത്ത് അതുകൊണ്ട് ജീവിക്കുന്നവരല്ലേ? അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇതൊന്നും പറയാൻ അധികാരമില്ല. ഞാനാണ് രാജാവിനെ ഈശ്വരനായിട്ട് കാണണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി, നിയമങ്ങൾ നടപ്പിലാക്കിയാൽ മതി എന്ന് പറഞ്ഞ സജ്ജനങ്ങളെ നിന്ദിക്കാനും അവരെ ശാസിക്കാനും തുടങ്ങി. സജ്ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് വഴി തെറ്റില്ല. കാരണം അവർ ശാസ്ത്രങ്ങൾ, ധർമ്മം പഠിച്ച് ധാർമ്മികമായി മാത്രം ജീവിക്കുന്നവരാണ്. അവരെ ഉപദേശിച്ചു എന്ന് മാത്രമല്ല, അവരെ ധിക്കരിക്കാൻ തുടങ്ങി. എന്നിട്ട് ചോദിച്ചു അത്രേ, നിങ്ങൾ യാഗം ചെയ്യുന്ന ഈ ദേവന്മാരാരെങ്കിലും പ്രത്യക്ഷമായിട്ട് വന്നിട്ട് വല്ലതും സ്വീകരിക്കാറുണ്ടോ? ഉണ്ണിയപ്പം നേദിക്കുകയാണ്, ഏതെങ്കിലും ദേവൻ വന്ന് മുഴുവൻ കഴിക്കാറുണ്ടോ? എന്നാൽ എനിക്ക് തന്നോളൂ, ഞാൻ കഴിച്ചോളാം. പിന്നെ ജനങ്ങൾക്ക് വേണ്ട എന്തും ചെയ്തു കൊടുക്കാൻ കഴിവുള്ള പ്രത്യക്ഷനായിട്ടുള്ള ഈശ്വരനാണ് രാജാവ്. അതുകൊണ്ട് രാജാവ് ഇവിടെ ഉണ്ടാകുമ്പോൾ വേറൊരു ഈശ്വരനെ ആരാധിക്കണത് ഭർത്താവ് ഉണ്ടായിട്ടും മറ്റൊരു പുരുഷനെ സ്വീകരിക്കുന്ന സ്ത്രീയെ പോലെയല്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങേയറ്റം മഹർഷിമാരെ, ധർമ്മത്തെയൊക്കെ നിന്ദിച്ചപ്പോൾ മഹർഷിമാർ പോകുമ്പോൾ തല തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അത്രേ. അങ്കൻ വാസനിച്ച പഴം കഴിച്ചിട്ടുണ്ടായ മകനാണ്, അതുകൊണ്ട് ഉപദേശിച്ചാലൊന്നും നേരെയാവും തോന്നണില്ല. അങ്ങനെയാണെങ്കിൽ നിഗ്രഹിക്കാം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അത്രേ. അവരത് തന്നെ വേണ്ടി വന്നു. നഹും കൃത ഇർവേനം ഹതം അച്യുത നിന്ദയ. ഹും എന്നൊരു ശബ്ദം കൊണ്ട് ആ വേനനെ അവിടെ നിഗ്രഹിച്ചു. ആ വേനൻ്റെ ശരീരം ഒരു ശലഭമായിട്ട് മാറി എന്നൊക്കെ, ഒരു ശലഭമായിട്ട് പോയി ആ ജീവൻ എന്നൊക്കെ നാരായണീയത്തിൽ കാണാം. ഇവിടെ വേന ശരീരത്തെ അവിടെ ഇട്ട് മഹർഷിമാർ പോയി ഇത്രേ. എന്നാൽ സംസ്കരിക്കണ്ടേ? സംസ്കാരം ഉണ്ടായതില്ല. കാരണം വേനൻ്റെ ശരീരം അങ്ങനെ ദഹിക്കാനുള്ളതല്ല. അമ്മയായിട്ടുള്ള സുനീത ഔഷധങ്ങളൊക്കെ ചേർത്ത എണ്ണയിൽ ഇട്ട് വെച്ചു ഈ ശരീരം. മഹർഷിമാർ ഒരിക്കൽ നദിയിൽ കുളിക്കുന്ന സമയത്ത് ആകാശത്ത് പൊടിപടലങ്ങൾ വരുന്നത് കണ്ടു. അവർക്ക് മനസ്സിലായി രാജാവില്ലാത്ത ഈ രാജ്യത്തെ ആക്രമിക്കാൻ ദൂരദേശത്തുള്ള രാജാക്കന്മാർ പടയൊരുക്കമാണ്. രാജാവില്ലാണ്ട് വന്നപ്പോൾ കള്ളന്മാർ കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇവിടെ രസകരമായിട്ട് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ വേനൻ ഭരണം ഏറ്റെടുത്തപ്പോൾ മറ്റ് കള്ളന്മാരൊക്കെ വീട്ടിലിരുന്നു അത്രേ. കാരണം എന്താ വെച്ചാൽ ഏറ്റവും വലിയ കള്ളനാണ് ഭരണത്തിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റ് കള്ളന്മാർ ഒരാളും കട്ടില്ല അത്രേ. ഭാഗവതത്തിൽ പറഞ്ഞത് തന്നെയാണ്. കാരണം വലിയൊരു കള്ളൻ രാജ്യം ഭരിക്കുമ്പോൾ താഴെയുള്ള കള്ളന്മാരൊക്കെ അടങ്ങിയിരുന്നു. ഇവിടെ വേന മരിച്ചതോടുകൂടി കള്ളന്മാരാകെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. മറ്റു രാജ്യത്തുള്ള ആളുകൾ ഈ രാജ്യത്തെ ആക്രമിക്കാൻ വന്നു. മഹർഷിമാർ ചിന്തിച്ചു, ഞങ്ങളുടെ തപശക്തി കൊണ്ട് വേണമെങ്കിൽ ശത്രുരാജ്യത്തിൽ നിന്നും ഈ രാജ്യത്തെ രക്ഷിക്കാൻ പറ്റും. പക്ഷേ യുദ്ധം, ശത്രുക്കളെ ജയിക്കുക, ഇത് ക്ഷത്രിയധർമ്മമാണ്. ബ്രാഹ്മണർ ക്രോധം ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ധ്രുവൻ്റെ വംശത്തിലുള്ള ഭഗവത് അവതാരത്തെ കാത്തിരുന്നു അവർ. സമയമായപ്പോൾ കൊട്ടാരത്തിൽ ചെന്ന് ഇണത്തോണിയിൽ നിന്നും വേനൻ്റെ ശരീരത്തെ എടുത്തു വെച്ച് അതിൽ ഒരുപാട് പാപങ്ങളുണ്ട്. കാലുകളെ, തുടകളെ മഥനം ചെയ്തു അത്രേ. ആ പാപം മുഴുവൻ ഇറങ്ങിപ്പോയി. ഒരു രൂപം സ്വീകരിച്ചു, കാട്ടാളന്മാരായിട്ട് മാറി എന്ന് പറയണു. അവരുടെ വംശങ്ങൾ നിഷാദോൽപത്തിയാണ് ഒരു അധ്യായം അവസാനിപ്പിക്കുന്നത്. പിന്നീട് പാപം മുഴുവൻ തീർന്നപ്പോൾ ആ ശരീരത്തിൽ പുണ്യം മാത്രം അവശേഷിച്ചു. അഥതസ്യ പുനർവിപ്രീരപുത്രസ്യ മഹീപതേ ബാഹുഭ്യാം മധ്യമാനാഭ്യാം മിഥുനം സമപദ്യത. കൈകളെ തമ്മിൽ മഥനം ചെയ്തു അത്രേ. കാരണം ആ ശുദ്ധമായ ശരീരത്തിൽ നിന്നും ബ്രാഹ്മണനെ വേണമെങ്കിൽ സൃഷ്ടിക്കാം, മുഖത്തുനിന്ന് ബ്രാഹ്മണനെ സൃഷ്ടിക്കാം, കൈകളിൽ നിന്നും ക്ഷത്രിയനെ സൃഷ്ടിക്കാം, ആ അരയിൽ നിന്നും വൈശ്യനെയോ പാദങ്ങളിൽ നിന്ന് ശൂദ്രനെയോ സൃഷ്ടിക്കാം. ഓരോ ശരീരത്തിലും 4 വർണ്ണങ്ങളുണ്ട്.
നമ്മളിൽ എല്ലാവരിലും ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാരുണ്ട്. നമ്മുടെ മുഖം ബ്രാഹ്മണരാണ്. കാരണം എന്താ? അറിവ് അല്ലേ മുഖത്തിലൂടെയാണ് പ്രകാശിക്കുക, ചെവിയിലൂടെയാണ് കേൾക്കുക, കണ്ണിലൂടെയാണ് കാണുക. ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ 4 മുഖത്താണ്. ത്വക്ക് എന്ന് പറഞ്ഞത് മാത്രം ശരീരം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാലിലൊരു മുള്ളു കുത്തിയാലും അറിയും, കയ്യിലൊരു മുള്ളു കുത്തിയാലും അറിയും. ബാക്കിയുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ മുഴുവൻ, ബ്രാഹ്മണൻ്റെ ലക്ഷണം എന്താ? അറിവ് നേടുക, അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെയൊക്കെ മുഖം ബ്രാഹ്മണനാണ്. കർമ്മം ചെയ്യാൻ കൈകൾ വേണം, കൈകളാണ് ക്ഷത്രിയന്മാർ. കൈകളില്ലാണ്ട് നമുക്ക് കർമ്മം ചെയ്യാൻ സാധിക്കുമോ? പിന്നെ നമ്മുടെ അരക്കെട്ട് വൈശ്യന്മാർ. കാരണം ഉദരം അല്ലേ, അരക്കെട്ടിന് മുകളിലായിട്ടല്ലേ ഉദരം, അവിടെയല്ലേ ഭക്ഷണം. അതില്ലാണ്ട് പറ്റുമോ? വൈശ്യൻ്റെ ജോലി എന്താ? കൃഷി, വാണിജ്യം, ഗോരക്ഷ. കൃഷിയില്ലെങ്കിൽ, ഭക്ഷണമില്ലെങ്കിൽ, വയറില്ലെങ്കിൽ പറ്റുമോ വൈശ്യൻ? ഇനി ഇത് 3 നേരാവണ്ണം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? കാല് വേണം. കാല് ശൂദ്രനായിട്ടും. ഇവിടെ ബ്രാഹ്മണൻ്റെ ആവശ്യമല്ല ഉള്ളത്, ക്ഷത്രിയൻ്റെ ആവശ്യമാണ് ഉള്ളത്. അതുകൊണ്ടാണ് കൈകളെ മഥനം ചെയ്ത് അവിടെ ഇടത്തെ കയ്യിൽ നിന്നും വലത്തെ കയ്യിൽ നിന്നും ഓരോ ആൾ വന്നു എന്നാണ് പറയണത്. ഇത് പണ്ട് ബ്രഹ്മാവിൻ്റെ വലതുഭാഗത്തുനിന്ന് ഒരു സ്ത്രീയും ഇടതുഭാഗത്ത് സ്ത്രീയും വലതുഭാഗത്തുനിന്ന് പുരുഷനും സ്വയംഭൂ മനു ശതരൂപ ഉണ്ടായതായിട്ട് പറയും. ഇവിടെ ആ വേനൻ്റെ പാപമുക്തമായ ശരീരത്തിൽ നിന്നും 2 പേര് വന്നു അത്രേ. പുരുഷനായിട്ട് വന്നത് പൃഥു എന്ന ഭഗവാന്റെ അവതാരം, സ്ത്രീയായിട്ട് വന്നത് അർച്ചിസ് എന്ന മഹാലക്ഷ്മിയുടെ അവതാരം. യുവാക്കളായിട്ടാണ് അത്ര, യുവാവ് യുവതിയായിട്ട് വന്നു, അവരെ സിംഹാസനത്തിൽ ഇരുത്തി എന്ന് പറയുക. ഭഗവാൻ അങ്ങോട്ട് വന്നതോടുകൂടി ദേവന്മാർ ഓരോരുത്തരും വരാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. ഒരുപാട് ദേവന്മാർ വന്നിട്ട് വേണ്ട സാധനങ്ങൾ ഓരോന്നും കൊടുക്കുക. ഭഗവാൻ വന്നതോടുകൂടി വന്ന് സമർപ്പിക്കുന്നത് 10-24ഓളം ആളുകൾ വന്നിട്ട് ആ പൃഥുമഹാരാജാവിൻ്റെ അർച്ചിസിൻ്റെ മുമ്പിൽ ഓരോന്ന് സമർപ്പിക്കുന്നുണ്ട്. അവിടെ ഭഗവാൻ ഇരിക്കാനായിട്ടൊരു സിംഹാസനം വേണം. പണ്ട് വേനനിരുന്ന സിംഹാസനം ഉണ്ട്, ദുഷ്ടനായ വേനനിരുന്ന സിംഹാസനം, അവിടെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു സിംഹാസനം കൊടുത്തത് നല്ല കാശുള്ള ആളാണ് കൊടുത്തത്. സിംഹാസനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ സാമാന്യം കാശുള്ള ആൾ വേണ്ടേ? ആരാ? കുബേരനാണ് അത്ര സിംഹാസനം കൊണ്ടുവന്ന് കൊടുത്തത്. ആ സിംഹാസനത്തിൽ ഇരുന്നു ഭഗവാൻ. പൃഥുവായിട്ടുള്ള ഭഗവാനും അർച്ചിസായിട്ടുള്ള മഹാലക്ഷ്മിയും അവിടെ ഇരുന്നോടുകൂടി സിംഹാസനം കൊണ്ടുവന്നാൽ പോരാ, പിന്നിൽ കുട വേണം, ഒരു വെൺകൊറ്റ കുട വേണ്ടേ? മഴ കൊള്ളാണ്ടിരിക്കാനല്ല, അലങ്കാരത്തിന് വേണ്ടിയിട്ട്. വെൺകൊറ്റ കുടയെ കൊടുത്തത് വരുണനാണ് എന്ന് പറഞ്ഞു. സിംഹാസനത്തേക്ക് 2 ഭാഗത്തുനിന്നും ചാമരം വീശണ്ടേ? ചാമരം കൊടുത്തത് വായുദേവനാണ്. കാരണം ചാമരം വീശുമ്പോൾ കാറ്റല്ലേ കിട്ടുക, അപ്പോൾ കാറ്റ് കിട്ടാൻ പാകത്തിന് വായുദേവനാണ് ചാമരം കൊടുത്തത് എന്ന് പറയണോ. ധർമ്മദേവനൊരു പൂമാലയാണ് കൊണ്ടുവന്ന് കൊടുത്തത്. ഓരോ ദേവന്മാരും, ഇന്ദ്രനാണ് തലയിലൊരു കിരീടം കൊണ്ടുവച്ചത്, യമധർമ്മൻ ഒരു ദണ്ട് കൊണ്ടുവന്ന് കൊടുത്തു അത്രേ, രാജാവിന് ആ ഒരു ദണ്ട് വേണം. ബ്രഹ്മാവാണത്രേ കവചം കൊണ്ടുവന്ന് കൊടുത്തത്. പിന്നെ സരസ്വതി ദേവി ഒരു മുത്തുമാല, എപ്പോഴെങ്കിലും നാമജപം ഒക്കെ സന്ധ്യയ്ക്കൊക്കെ ജപിക്കുകയാണെങ്കിൽ എണ്ണി ജപിക്കാനായിട്ട് അതൊന്നൊരു മുത്തുമാലയാണ് അത്രേ ആ സരസ്വതി കൊടുത്തത്. ഇതേ സരസ്വതി അക്ഷമാല വാമനമൂർത്തിക്കും സരസ്വതി ദേവി കൊടുക്കുന്നത് ഒരു മാലയാണ്, ജപമാലയാണ് കൊടുക്കുന്നത്. പിന്നെ ഹരിസുദർശനം, മഹാവിഷ്ണു വന്നിട്ട് സുദർശനം, അത് മറ്റൊരവതാരത്തിലും കാണാത്ത വിശേഷതയാണ്. ഭഗവാൻ അവതരിക്കുമ്പോൾ മഹാവിഷ്ണു വന്നിട്ട് എന്തെങ്കിലും കാഴ്ചവെക്കുക. ഇവിടെ മഹാവിഷ്ണു വന്നിട്ട് തൻ്റെ സുദർശനത്തെ കൊടുത്തു അത്രേ. മഹാലക്ഷ്മി കൊടുത്തതോ ഒരിക്കലും മങ്ങാത്ത ശോഭ. നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് പൗഡറൊക്കെ ഇട്ട് ചന്ദനമൊക്കെ തൊട്ട് പൊട്ടൊക്കെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തേക്ക് നല്ല ശോഭയാവും. എന്നാൽ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത്, ഉണർന്ന് എണീറ്റ് വരുന്ന സമയത്ത് ആ ഒരു ശോഭ കാണില്ല. ഇവിടെ അങ്ങനെയല്ലത്രേ. പൃഥുമഹാരാജാവിൻ്റെ മുഖത്ത് എപ്പോഴും ആ ഒരു മങ്ങാത്ത ശോഭ ആണത്രേ മഹാലക്ഷ്മി കൊണ്ടുവന്ന് കൊടുത്തത്. പിന്നെ മഹാദേവനും പാർവതിയും വന്നു അത്രേ. മഹാദേവൻ 10 അടയാളമുള്ള ഒരു വാള് കൊടുത്തപ്പോൾ പാർവതി 100 അടയാളമുള്ള ഒരു വാളാണ് അത്രേ കൊടുത്തത്. ഭർത്താവ് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടി കേമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ പാർവതി കൊടുത്തപ്പോഴേക്കും 100 അടയാളമുള്ള ചിഹ്നങ്ങളുള്ള ആ ഒരു വാള് കൊടുത്തു അത്രേ. അപ്പോഴാണ് യാത്ര ചെയ്യാൻ വാഹനം വേണം. മനസ്സിനെപ്പോലെ മനസ്സിൻ്റെ വേഗത്തിൽ സഞ്ചരിക്കാൻ പാകത്തിന് ഒരു കുതിരയെ വേണം. അതിന് മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രനാണ് അത്രേ കുതിരയെ കൊണ്ടുവന്ന് കൊടുത്തത്. എങ്ങനത്തെ കുതിരയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷീണം, വിശപ്പ്, മരണം ഇതൊന്നുമില്ലാത്ത കുതിരയാണ് അത്രേ.
മറ്റേ സാധാരണ കുതിര കുറേ ഓടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കണോ അല്ലെങ്കിൽ ദാഹിക്കണോ എന്ന് പറയും. ദാഹവും വിശപ്പും ഇല്ലാത്ത മനസ്സിനെപ്പോലെ സഞ്ചരിക്കുന്ന ഒരു കുതിരയാണത്രേ ചന്ദ്രൻ കൊണ്ടുവന്ന് കൊടുത്തത് എന്ന് പറയണു. പിന്നെ കുതിരയെ അല്ല, ഇനിയിപ്പോൾ കുതിരയെ കെട്ടാനായിട്ട് തേര് വേണോ? കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ വയ്യ, എന്നാൽ തേരിൽ വേണമെങ്കിൽ കുതിരയെ കെട്ടാൻ പാകത്തിനൊരു തേര് വിശ്വകർമാവ് കൊണ്ടുവന്ന് കൊടുത്തു എന്ന് പറയുക. അഗ്നിദേവൻ വില്ലാണ് കൊണ്ടുവന്ന് കൊടുത്തത്. പിന്നെ സൂര്യനാണ് ബാണങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തത്. കാരണം സൂര്യൻ്റെ ആ ഒരു കിരണങ്ങളെപ്പോലെ ചൂടുള്ളതായിട്ടുള്ള ബാണങ്ങൾ അത് കൊണ്ടുവന്ന് കൊടുത്തു അത്രേ. ഭൂമിദേവി കൊണ്ടുവന്ന് കൊടുത്തത് ഒരു ചെരുപ്പാണ് അത്രേ, മെതിയടി. എങ്ങനെയുള്ളതാണ്? ഗുരുത്വാകർഷണം ബാധിക്കാത്തതാണ് അത്രേ. ആ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ പറക്കാൻ പറ്റും. കാരണം നമുക്ക് പറക്കാൻ പറ്റാത്തതിന് കാരണം ഭൂമി നമ്മളെ പിടിച്ച് വലിക്കുകയല്ലേ ഇങ്ങോട്ട് ഗുരുത്വാകർഷണം. ഭൂമി വരണോ ഗുരുത്വാകർഷണം ബാധിക്കാത്ത ആ ഒരു മെതിയടി കൊടുത്തു അത്രേ. അപ്പോൾ പിന്നെ അന്തരീക്ഷം വന്നിട്ട് പറഞ്ഞു അത്രേ, ഞാൻ ഭഗവാൻ പോകുന്നിടത്ത് മുഴുവൻ പുഷ്പവൃഷ്ടി നടത്തിക്കോളാം എന്ന് പറഞ്ഞു അത്രേ. എവിടെയൊക്കെ ഭഗവാൻ പോകുന്നുണ്ടോ അവിടെയൊക്കെ പുഷ്പവൃഷ്ടി നടത്താമെന്ന്. സമുദ്രം തൻ്റെ ഉള്ളിലുള്ള സമുദ്രത്തിലുള്ള വിശേഷപ്പെട്ട ഒരു ശംഖാണ് അത്രേ കൊണ്ടുവന്ന് കൊടുത്തത്. പിന്നെ ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ തുടങ്ങിയ ആളുകളുണ്ട്. അവർ വിദ്യകളാണ് അത്രേ കൊടുത്തത്. ഗാനവിദ്യ, നാട്യവിദ്യ, വാദ്യവിദ്യ തുടങ്ങിയിട്ടുള്ള സകല വിദ്യകളും അനുഗ്രഹിച്ചു കൊടുത്തു എന്ന് പറയാം. പിന്നെ ഈ പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, നദികൾ ഇവരൊക്കെ വന്നിട്ട് എന്താ സമർപ്പിച്ച് വെച്ചാൽ, ഭഗവാൻ എങ്ങടാണോ പോണത് ആ സമയത്ത് ഞങ്ങൾ വഴി കൊടുത്തോളാം എന്നാണ്. ഭഗവാന്റെ തേരിന് സഞ്ചരിക്കാൻ സമുദ്രം ഭഗവാൻ തേരുമായിട്ട് വരുമ്പോൾ വഴി മാറി കൊടുത്തോളാം. പർവ്വതങ്ങൾക്ക് പർവ്വതങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് കയറിപ്പോവില്ലല്ലോ. പർവ്വതങ്ങൾ പറഞ്ഞു ഞങ്ങൾ വഴിമാറി കൊടുത്തോളാം ഭഗവാൻ തേരുമായിട്ട് വരുമ്പോൾ. പർവ്വതം ഉണ്ട് വിചാരിച്ച് ഭഗവാന് ചുറ്റിപ്പോകേണ്ട ആവശ്യമില്ല, ഞങ്ങൾ വഴിമാറി കൊടുത്തോളാം. മാർക്കണ്ഡേയൻ മഹാദേവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആല് രണ്ടായിട്ട് പിളർന്ന് വഴിമാറി എന്ന് കേട്ടിട്ടുണ്ട്. ഇതുപോലെ പർവ്വതങ്ങളും ഒക്കെ പറഞ്ഞു അത്രേ, ഞങ്ങൾ വഴിമാറി കൊടുത്തോളാം ഭഗവാന്റെ തേര് വരുന്ന സമയത്ത്. മഹർഷിമാർ വന്നിട്ട് പറഞ്ഞു സർവ്വ അനുഗ്രഹങ്ങളും. അവിടെ ഒന്നതൊന്നുമില്ല അത്രേ. ഇനി എന്തൊക്കെയാണോ ഭഗവാൻ ഇനി ആരെങ്കിലും കൊടുക്കാൻ ബാക്കിയുള്ളത് അതൊക്കെ ഭഗവാന് കിട്ടുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു കൊടുത്തു എന്ന് പറയുക. നോക്കൂ, ആ ഭഗവാന്റെ അവതാരത്തിൻ്റെ മുമ്പിൽ ഭഗവാനും ഭഗവതിയും കൂടി വന്നപ്പോൾ ഓരോരുത്തരും വന്നിട്ട് എല്ലാം സമർപ്പിച്ചു. അപ്പോഴാണത്രേ കൊട്ടാരങ്ങളിൽ സ്തുതിപാഠകന്മാരുണ്ടാവും. ഇപ്പോൾ ഇവിടെ വേനൻ മരിച്ചിട്ട് രാജാവ് ഇല്ലാത്തത് കൊണ്ട് ആരും സ്തുതിക്കാൻ വരണില്ല, ആരും സ്തുതിക്കേണ്ട കാര്യമില്ല. സ്തുതിപാഠകന്മാർ ലീവാ അപ്പോൾ കുറേ കാലമായിട്ട്. രാജാവില്ലല്ലോ. ഇവിടെ രാജാവ് വന്നു എന്നറിഞ്ഞപ്പോഴേക്കും സ്തുതിപാഠകന്മാർ വന്ന് സ്തുതിക്കാൻ നോക്കിയപ്പോൾ ഭഗവാൻ പറഞ്ഞു അത്രേ, ഞാൻ ഭരണം ഏറ്റിട്ടേ ഉള്ളൂ. ഇനി എൻ്റെ ഭരണം മുന്നോട്ട് പോയിട്ട് അതിൽ ധർമ്മം വരികയാണ്, ജനക്ഷേമപരമായിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ സ്തുതിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മഹർഷിമാർ വന്നിട്ട് 16-ാം അധ്യായത്തിൽ മഹർഷിമാർ ഭഗവാന്റെ ഈ അവതാരത്തെ മുഴുവൻ അങ്ങോട്ട് ചുരുക്കി പറയുകയാണ്. എങ്ങനെയാണ്? മഹർഷിമാർ വന്ന് ഭഗവാനെ സ്തുതിക്കുക. ഭഗവാൻ ഈ അവതാരത്തിൽ ചെയ്യാൻ പോണ കാര്യങ്ങളെ ഓരോന്നിനെയും പറഞ്ഞു അത്രേ. ഭഗവാൻ ജനങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. ഭൂമിയെ ദോഹനം ചെയ്തിട്ട് ഭൂമിയെ കറന്ന് ജനങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണം കൊടുക്കും. ഭൂമിയിലുള്ളവർക്ക് മാത്രമല്ല, ഭൂമി ഭരിക്കുന്ന ഈ രാജാവ് സ്വർഗവാസികൾക്ക് പോലും അസുരന്മാർക്ക് പോലും വേണ്ടത് കൊടുക്കും. ആർക്കെന്താണോ വേണ്ടത് അത് കൊടുക്കും. അത് ഈശ്വരന് മാത്രമല്ലേ സാധിക്കുള്ളൂ വേണ്ടത് കൊടുക്കാൻ. ആവശ്യമുള്ളത് കൊടുക്കാൻ ഭഗവാനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് ഇത് എന്നാണ് ഋഷിമാർ പറഞ്ഞു വരുന്നത്. പിന്നെ പറഞ്ഞു ജനങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. ഭൂമിയുടെ ഉപരിതലങ്ങളൊക്കെ വില്ലുകൊണ്ട് തട്ടി നിരപ്പാക്കും. പിന്നെ യാഗം ചെയ്യും ഭഗവാൻ. അശ്വമേധയാഗങ്ങൾ 100ഓളം അശ്വമേധയാഗങ്ങൾ ചെയ്യും. ഇന്ദ്രനെ ജയിക്കും, സർവ്വദേവന്മാരെയും ജയിക്കും. അതിനുശേഷം ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കും ഭഗവാൻ. സനകാദി മഹർഷിമാർ വന്നിട്ട് രാജാവിന് ഉപദേശങ്ങൾ തരും. അവസാനം ദേവിയോടുകൂടി വൈകുണ്ഠത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുന്നത് വരെയുള്ള കാര്യങ്ങൾ ഓരോന്നും മഹർഷിമാർ വന്നിട്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു. ഭഗവാന്റെ കഥകൾ തന്നെയാണ് സ്തുതി. ഭഗവാനെ സ്തുതിക്കുക പറഞ്ഞാൽ ഭഗവാന്റെ കഥകൾ പാടുക തന്നെ. കരിമൂകിൽ വർണ്ണൻ്റെ തിരുവൂടലെന്നൂടെ അരികിൽ വന്നെപ്പോഴും കാണാകേണം. കാലിൽ ചീലമ്പും കീലുക്കി നടക്കുന്ന ബാലഗോപാലനെ കാണാകേണം. ഭഗവാന്റെ കഥയല്ലേ പറഞ്ഞത്? കാലിൽ കുഞ്ഞു ചിലമ്പിട്ട് നടക്കുന്ന ആ ഭഗവാന്റെ രൂപം കാണാൻ സാധിക്കണം. ഭഗവാനെ സ്തുതിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ കഥകൾ പാടുക തന്നെയാണ്. ഈ
പൃഥ്വമഹാരാജാവിനെ ഋഷിമാർ വന്ന് നല്ലവണ്ണം സ്തുതിച്ചു. ഭഗവാൻ ചെയ്യാൻ പോണ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭഗവാന്റെ ഒരു ജാതകം വ്യക്തമായിട്ട്, ജനിച്ചു കഴിഞ്ഞാൽ ജാതകമൊക്കെ ഉണ്ടാക്കണം. ഇവിടെ ജനിച്ചപ്പോൾ തന്നെ യുവാവായിട്ടാണ് അല്ലേ, എപ്പോഴാണ് കല്യാണം നടക്കുകയെന്ന് ജാതകം നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഭാര്യയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അവിടുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മഹർഷിമാർ പറഞ്ഞപ്പോൾ കഥ കേട്ടുകൊണ്ടിരുന്ന വിതുരർ ചോദിക്കുകയാണ്, ഇങ്ങനെ ഇങ്ങോട്ട് ചുരുക്കി പറഞ്ഞാൽ പോരാ, ഭൂമിയെ ദോഹനം ചെയ്തു, അതെങ്ങനെയാണ്? ദോഹനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി വേണ്ടേ? ഭൂമിയുടെ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭൂമിയിൽ ജനിക്കുന്നവരെല്ലാവരും ഭൂമിയുടെ കുട്ടികളാണ്. അതും ഭൂമി എങ്ങനെയാണ് പശുവിൻ്റെ രൂപം സ്വീകരിച്ചത്? എന്താ കാരണം? ഒന്ന് വിശദമാക്കി തരണം എന്ന് പറയുമ്പോഴാണ് മൈത്രേയ മഹർഷി പറയണത്, പൃഥ്വമഹാരാജാവിന് മുമ്പ് രാജ്യം ഭരിച്ചിരുന്നത് വേനനാണ്. വേനൻ്റെ ദുഷ്പ്രവൃത്തി കാരണം ഭൂമി തൻ്റെ വിഭവങ്ങളെ ഒന്നും പുറത്തേക്ക് വിട്ടുകൊടുത്തില്ല, ഉലിയുടെ അടക്കി വെച്ചു. കുഴിച്ചിട്ടതൊന്നും മുളച്ചു വരണില്ല. എന്തൊക്കെ കുഴിച്ചിട്ടാലും, എത്ര നനച്ചു കൊടുത്താലും, എത്ര വളമിട്ട് കൊടുത്താലും മുളച്ചു വരണില്ല. എന്താ അതിന് കാരണം? ഭൂമിയിൽ സൽക്കർമ്മങ്ങളില്ലാത്തത് കൊണ്ടാണ്. നിഷേധം, ഈശ്വര നിഷേധം വർദ്ധിച്ച് വരുന്ന സ്ഥലങ്ങളിൽ വാണിജ്യം കൃഷികളൊന്നും ഉണ്ടാവില്ല, ഒക്കെ പുറമേ നിന്ന് കൊണ്ടുവരേണ്ടി വരും. ഒന്നും മുളച്ചു വരാത്തൊരവസ്ഥ വരും. ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കുകയല്ലേ വേണ്ടിയായി. വേനൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വേനൻ്റെ അടുത്ത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾ വല്ലാണ്ട് വിഷമിക്കുക. അപ്പോഴാണ് പൃഥ്വമഹാരാജാവ് രാജ്യഭരണം ഏറ്റെടുത്തപ്പോൾ ജനങ്ങൾ വന്നിട്ട് പറയുകയാണ്, രാജാവേ പട്ടിണിയാണ്, കുഴിച്ചിട്ടതൊന്നും മുളച്ചു വരണില്ല. അദ്ദേഹം വേഗം ഭൂമിദേവിയെ വിളിച്ചു അത്രേ. ഭൂമി പശുവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ചോദിച്ചു, എന്താണ് ഭൂമിയിൽ കുഴിച്ചിട്ടതൊന്നും മുളച്ചു വരാത്തത്? ആദ്യം ദേഷ്യപ്പെടാത്രേ ഉണ്ടായത്. കാരണം ആ അമ്പും വില്ലും ഒക്കെ ഉണ്ടല്ലോ, അമ്പും വില്ലും എടുത്തുകൊണ്ട് പോയി ഇത്രേ ഭൂമിയുടെ പിന്നാലെ. ഭൂമി പശുവിൻ്റെ രൂപം ധരിച്ചുകൊണ്ട് ഓടി ഇത്രേ. ഓടുമ്പോൾ പിന്നാലെ ഓടാൻ അദ്ദേഹത്തിന് പ്രയാസമില്ല, കാരണം ഇദ്ദേഹത്തിന് ഭൂമി കൊടുത്തതായിട്ടുള്ള പാതുകം ഉണ്ട്. ആ പാതുകം മെതിയടി ഇട്ടുകൊണ്ട് ഭൂമി പശുവിൻ്റെ രൂപത്തിൽ ഓടുമ്പോൾ അദ്ദേഹം ആകാശമാർഗത്തിൽ ചെന്ന് വില്ലിങ്ങനെ കുലച്ച് നിൽക്കണല്ലോ കേട്ടോ, അമ്പ് ചെയ്യണില്ല. കാരണം പശുവാണ്, സ്ത്രീയാണ്, കൊല്ലരുത് എന്ന ഭാവമുണ്ട്. കാരണം അറിയേ വേണ്ടു എന്താണ് ഒന്നും ജനങ്ങൾക്ക് കൊടുക്കാത്തത്. പിന്നാലെ പോയി പല ദിക്കിലും പോയി ഒളിച്ചു ഇത്രേ ഭൂമിദേവി. എവിടെ പോയിട്ടും ഭഗവാന്റെ മുമ്പിൽ നിന്ന് ഒളിക്കാൻ പറ്റുമോ? അവസാനം ആ പൃഥ്വമഹാരാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ക്ഷമ യാചിച്ചു. ആദ്യം ചോദിച്ചു അത്രേ, എന്നെ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങല്ലേ പണ്ട് എന്നെ വരാഹാവതാരത്തിൽ രക്ഷിച്ചത്? അങ്ങനെയുള്ള ആളെ എന്നെ കൊല്ലാൻ പാടുണ്ടോ? അതുപോലെ സ്ത്രീയെ കൊല്ലാൻ പാടുണ്ടോ? ഗോക്കളെ കൊല്ലാൻ പാടുണ്ടോ? ആ ഭഗവാൻ ചോദിച്ചു അത്രേ, ഒരു പശുവിന് ധാരാളം പുല്ല് കൊടുക്കുന്നുണ്ട്, അതുപോലെ കാലിത്തീറ്റകൾ ഭക്ഷണം നല്ലോണം കൊടുക്കുന്നുണ്ട്, അതിന് പാല് മാത്രം വരണില്ല. ആ പശു പാല് ചുരത്തണില്ല വെച്ചാൽ ആ പശുവിനെ കൊല്ലുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുപോലെ ലോകത്തിന് ഉപദ്രവകാരികളാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ വധിക്കുന്നതിന് കുഴപ്പമില്ല. താടകയെയും പൂതനയെയും ഒക്കെ ഭഗവാൻ ഭാവിയിൽ മറ്റവതാരങ്ങൾ വധിച്ചിട്ടുണ്ടല്ലോ, അത് തെറ്റില്ല എന്ന് പറയണു. അപ്പോൾ ഭൂമി വരണു സൽക്കർമ്മങ്ങളില്ലാത്തത് കൊണ്ടാണ്, ഈശ്വര നിഷേധിയായിട്ടുള്ള വേനൻ്റെ ഭരണം കൊണ്ടാണ് ഞാൻ വിഭവങ്ങളൊന്നും കൊടുക്കാത്തത്. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു സൽക്കർമ്മങ്ങൾ, ഞാൻ വേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഭൂമിയെ പരിപോഷിപ്പിച്ചോളാം, നീ ജനങ്ങൾക്ക് വേണ്ടതെല്ലാം കൊടുക്കൂ. ആ ഭൂമി പറഞ്ഞു അത്രേ, ഈ അടക്കി വെച്ചിട്ട് എൻ്റെ ഉള്ളിലുള്ള വസ്തുക്കളൊക്കെ എൻ്റെ ഉള്ളിൽ ലയിച്ചിട്ടുണ്ട്. അതിന് മുളച്ച് വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പശു പാല് ചുരത്തണമെന്നുണ്ടെങ്കിൽ പശുവിൻ്റെ കുട്ടി ചെന്ന് പാല് കുടിക്കാൻ നോക്കണം. പശുവിനെ കറക്കണമെങ്കിൽ ആദ്യം കുട്ടിയെ കൊണ്ട് പാല് കുടിപ്പിക്കണം, പിന്നെ കുട്ടിയെ മാറ്റിയിട്ട് ആർക്കാച്ചാൽ കറന്നെടുക്കാം. ഇവിടെ ഒരു പശുക്കുട്ടിയെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വയംഭുവ മനുവിനെ വിളിച്ചു അത്രേ ഭഗവാൻ. കാരണം മനുഷ്യരല്ലേ വന്നിട്ട് ഭഗവാനോട് ആവശ്യം പറഞ്ഞത്. അപ്പോൾ മനുഷ്യർക്ക് വേണ്ടത് ആദ്യം അന്നമാണ്. മനുഷ്യരിൽ ഇപ്പോൾ ആരെയാണ് പശുക്കുട്ടിയാക്കാൻ നല്ലത് നോക്കുമ്പോൾ ആദിമനുഷ്യനായിട്ടുള്ള സ്വയംഭുവ മനുവിനെ പശുക്കുട്ടിയായിട്ട് കൊണ്ടുവന്നിട്ട് ആ പൃഥ്വമഹാരാജാവ് ധാന്യങ്ങൾ കറന്നെടുത്തു അത്രേ. നെല്ല്, യവം, ഗോതമ്പ് തുടങ്ങിയുള്ള ധാന്യങ്ങൾ. ഇതിനൊരു പാത്രം വേണ്ടേ? ഭൂമിദേവി പറഞ്ഞു അത്രേ, പശുവിൻ്റെ കുട്ടിയെ വേണം, അതുപോലെ കറന്നെടുക്കാനുള്ള പാത്രം വേണം, പിന്നെ കറക്കാനായിട്ടൊരാളും. കറക്കാൻ ഞാൻ തന്നെ കറക്കാമെന്ന് പറഞ്ഞു.
സ്വയംഭൂമനു ചെന്നിട്ട് ആ പശുക്കുട്ടിയായിട്ട് ചെന്ന് പശുവിൽ നിന്നും ആ പാലിൻ്റെ രൂപത്തിൽ കറന്നെടുത്ത്, കറക്കണത് മുഴുവൻ പാലാണ്, പക്ഷേ അത് ഇവർക്ക് അനുഭവമായി മാറുന്നത് ഓരോരുത്തരുടെയും ആവശ്യം എന്താണോ അതുപോലെ സ്വയംഭൂമനുവിനെ പശുക്കുട്ടിയാക്കി ഭഗവാൻ തൻ്റെ കൈകളിലേക്ക് ധാന്യങ്ങളെ കറന്നെടുത്തു എന്ന് പറയുക. പിന്നെ വന്നത് ദേവലോകത്തുനിന്ന് ബൃഹസ്പതിയാണ് അത്രേ. ഋഷീശ്വരന്മാർ ബൃഹസ്പതിയെ പശുക്കുട്ടിയായിട്ട് കൊണ്ടുവന്നിട്ട് അവർ ഛന്ദസ്സിനെ കറന്നെടുത്തു എന്നാണ് പറയണത്. ഛന്ദസ് വേദങ്ങൾ ജപിക്കേണ്ടതായിട്ടുള്ള രീതി എവിടെയാണ് കറന്നെടുത്തത്? ഇന്ദ്രിയങ്ങളിലൂടെയാണ് അത്രേ. അവരവരുടെ ഇന്ദ്രിയങ്ങളിലേക്കാണ് ആ ഛന്ദസ്സിനെ കറന്നെടുത്തത്. അപ്പോൾ ഇന്ദ്രൻ വന്നു അത്ര സ്വർഗ്ഗലോകത്തുനിന്ന്. ദേവന്മാരെല്ലാവരും കൂടി ഇന്ദ്രനെ ഒരു പശുക്കുട്ടിയായി കൊണ്ടുവന്ന് ആ പാല് കുടിപ്പിച്ചു അത്രേ. ദേവന്മാർക്ക് കിട്ടിയത് അമൃതാണ്. അത് സ്വർണ്ണപാത്രത്തിലാണ് അമൃത് കിട്ടിയത്. പിന്നെ പ്രഹ്ലാദനെ കൊണ്ടുവന്നു ഇത്ര അസുരന്മാർ. കാരണം അസുരന്മാരിൽ കേമനായിട്ടുള്ള ആൾ പ്രഹ്ലാദനാണ്. ആ പ്രഹ്ലാദനെ കൊണ്ടുവന്ന് അവർ മദ്യമാണ് അത്രേ കറന്നെടുത്തത്. അത് ഇരുമ്പ് പാത്രത്തിലാണ് മദ്യം കറന്നെടുത്തത്. കാരണം അസുരന്മാർക്ക് വേണ്ടത് മദ്യമാണ്. അത് ഇരുമ്പ് പാത്രത്തിൽ കറന്നെടുത്തു എന്ന് പറയുകയാണ്. അപ്പോഴാണ് ഗന്ധർവന്മാർക്ക് സൗന്ദര്യം വേണം. സൗന്ദര്യത്തിന് വേണ്ടത് തേനാണ്. തേനെ കറന്നെടുക്കാനായിട്ട് ഗന്ധർവന്മാർ അവരിൽ കേമനായിട്ടുള്ള വിശ്വാവസു എന്ന ഗന്ധർവനെ പശുക്കുട്ടിയായി കൊണ്ടുവന്ന് താമരപ്പൂവിലാണ് അത്രേ തേനെ കറന്നെടുത്തത്. ഇങ്ങനെ ഓരോരുത്തരും അവരവരിൽ പ്രധാനപ്പെട്ട ആളെ പശുക്കുട്ടിയായി കൊണ്ടുവന്നു, അവരവർക്ക് വേണ്ടതിനെ കറന്നെടുത്തു എന്ന് പറയുകയാണ്. പിതൃക്കൾ വന്നു അത്രേ. നമ്മുടെയൊക്കെ മരിച്ചുപോയ കാരണവന്മാർ അവരിൽ കേമനായിട്ടുള്ള അര്യമാവിനെ കൊണ്ടുവന്നിട്ട് മൺപാത്രത്തിൽ കവ്യം കറന്നെടുത്തു എന്ന് പറയണു. ഈ മരിച്ചുപോയവർക്ക് ബലിയിടാൻ വേണ്ടി ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു ചോറിന് കവ്യം എന്നാണ് പറയുക. കവ്യമാണ് കറന്നെടുത്തത്. അപ്പോഴാണ് സിദ്ധന്മാർ ഒക്കെ വരികയുണ്ടായി. സിദ്ധന്മാർ കപിലവാസുദേവനെയാണ് അത്രേ പശുക്കുട്ടിയായി കൊണ്ടുവന്നിട്ട് അവർ സിദ്ധികൾ കറന്നെടുത്തു. ആകാശം എന്ന പാത്രത്തിലാണ് അത്രേ സിദ്ധി കറന്നെടുത്തത്. അണിമ, മഹിമ, ലഹിമ തുടങ്ങിയിട്ടുള്ള സിദ്ധികളെയൊക്കെ കറന്നെടുക്കുകയുണ്ടായി. അപ്പോഴാണ് മായാവികൾ ഇതുപോലെ വന്നു അത്രേ. മായാവിദ്യകൾ കറന്നെടുത്തു എന്ന് പറയുകയാണ്. മയനെ പശുക്കുട്ടിയായി കൊണ്ടുവന്നുകൊണ്ട് മായാവിദ്യ കറന്നെടുത്തു എന്ന് പറയുക. അപ്പോഴാണ് അത്രേ ഭൂതപ്രേത പിശാചുക്കളൊക്കെ ഉണ്ട്. അവർക്കും ഭൂമിയിൽ നിന്ന് തന്നെ ഗതിയുള്ളൂ അത്രേ. അവരെന്ത് ചെയ്തു? സർവ്വഭൂതങ്ങൾക്കും നാഥനാണ് മഹാദേവൻ രുദ്രനെ കൊണ്ടുവന്നിട്ട് രുദ്രൻ പറഞ്ഞു, എൻ്റെ കയ്യിലൊരു പാത്രമുണ്ട്, അതിൽ മതിയോ ചോദിച്ചു. തലയോട്ടിയാണ് ഭഗവാന്റെ കയ്യിലുള്ളത്. കപാലധാരിയാണല്ലോ മഹാദേവൻ. തലയോട്ടിയിൽ ആസവത്തെ കറന്നെടുത്തു എന്ന് പറയുക. പാമ്പുകൾ തക്ഷകനെ പശുക്കുട്ടിയായി കൊണ്ടുവന്നു അത്രേ. എന്നിട്ട് വിഷം കറന്നെടുത്തു. മാളങ്ങളിലാണ് അത്ര വിഷം കറന്നെടുത്തത്. പശുക്കൾ നന്ദികേശ്വരനെയാണ് അത്ര പശുക്കുട്ടിയായിട്ട് കൊണ്ടുവന്നത്. കാളക്കുട്ടിയായിട്ടാണ് കൊണ്ടുവന്നത്. നന്ദികേശ്വരനെ കൊണ്ടുവന്നിട്ട് അവർ കാട എന്ന പാത്രത്തിൽ പുല്ലുകളെയാണ് അത്ര കറന്നെടുത്തത്. കാരണം പശുക്കൾക്ക് വേണ്ടത് എന്താ? പുല്ലാണ്. അതെവിടെയാണ് ഉണ്ടാവുക? അത് കാട്ടിലാണ് ഉണ്ടാവുക. കാരണം നാട്ടിലാണെങ്കിൽ ആൾക്കാർ വഴി നടക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പുല്ലൊക്കെ ചെത്തിക്കളയും. കാട്ടിലാകുമ്പോൾ ആരും പുല്ല് വെട്ടിക്കളയില്ല. അതുകൊണ്ട് കാട എന്ന പാത്രത്തിൽ പുല്ലിനെ കറന്നെടുത്തു എന്ന് പറയുക. അപ്പോഴാണത്രേ ഈ മാംസഭുക്കുകളുണ്ട്, ദംഷ്ട്രകളുള്ള ജീവികൾ എന്ന് പറയും. സിംഹം, കടുവ, പുലി തുടങ്ങിയിട്ട് മാംസത്തിന് പ്രാധാന്യം കൂടുതലുള്ള ജീവജാലങ്ങൾ അവർ എന്ത് ചെയ്തു? അവർ ശരീരമാകുന്ന പാത്രത്തിൽ സിംഹത്തെ പശുക്കുട്ടിയായി കൊണ്ടുവന്ന് മാംസം കറന്നെടുത്തു എന്നാണ് അല്ലേ. ഓരോരുത്തർക്കും എന്താണോ വേണ്ടത് അത്. പക്ഷികൾക്ക് വരണ്ടേ? പക്ഷികൾ ഗരുഡനെ പശുക്കുട്ടിയായി കൊണ്ടുവന്നിട്ട് അവരുടെ ശരീരത്തിൽ കീടങ്ങളെ അതുപോലെ പഴങ്ങളെ ഒക്കെ കറന്നെടുത്തു അത്രേ. ഈ പക്ഷികൾക്ക് പഴങ്ങൾ കൊത്തി തിന്നും പക്ഷികൾ. ഈ ഓരോരുത്തരും കറന്നെടുത്തതിൽ 2 വസ്തുവിനെ കറന്നെടുത്തത് ഈ പക്ഷികൾ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ ഓരോന്നേ കറന്നെടുത്തിട്ടുള്ളൂ. ഗരുഡൻ വന്നിട്ട് പക്ഷികൾക്ക് വേണ്ടിയിട്ട് കീടങ്ങൾ, ഈ ചെറിയ ചെറിയ പുഴുക്കളെ, കീടങ്ങളെയൊക്കെ പക്ഷികൾ തിന്നും. ആ കീടങ്ങളെയും അതുപോലെ മരങ്ങളിൽ പഴങ്ങളെയും ഒക്കെ കറന്നെടുത്തു എന്ന് പറയുക. അപ്പോഴാണ് ആൽമരം, വൃക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് ആൽമരം പശുക്കുട്ടിയായിട്ട് വന്നിട്ട് അവരുടെ ശരീരത്തിൽ അവർക്ക് വേണ്ട രസത്തെ കറന്നെടുത്തു. ഓരോരുത്തരും അവരവർക്ക് വേണ്ടതിനെ കറന്നെടുത്തു. പർവ്വതങ്ങളും വന്നു അത്രേ. പർവ്വതങ്ങൾ, ഏറ്റവും വലിയ പർവ്വതം നമ്മൾ പറയുന്ന ഹിമാലയത്തെ പശുക്കുട്ടിയായി കൊണ്ടുവന്ന് ധാതുക്കളെ കറന്നെടുത്തു എന്ന് പറയുക. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അത്രേ.
ആരുമില്ല. എല്ലാവരും അവരവർക്ക് വേണ്ടതിനെ കറന്നെടുത്തു. ഭൂമി ആരായിട്ട് മാറി? കാമധേനുവായിട്ട് മാറി. പൂന്താനം പറയുന്നില്ലേ, ഭക്തന്മാർക്കും മുമുഷൂ ജനങ്ങൾക്കും സക്തരായ വിഷയീ ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് ഭൂമി ശിവശിവ. ഭക്തന്മാർക്ക് വേണ്ടത് ഭൂമിയിൽ നിന്ന് കിട്ടും, സക്തന്മാർക്ക് വേണ്ടത് കിട്ടും. ഇനി മുക്തി വേണോ? മുക്തി വേണമെങ്കിൽ അതും കിട്ടും. എല്ലാം കൊടുക്കുന്ന വിശ്വമാതാവാണ് ഭൂമിദേവി. കാമധേനുവായിട്ട് മാറിയ ഭൂമിദേവിയെ പൃഥുമഹാരാജാവ് സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ചു. അതുകൊണ്ട് ഭൂമിക്ക് പൃഥുവിൻ്റെ മകൾ എന്ന അർത്ഥത്തിൽ പൃഥ്വി എന്നൊരു പേരുകൂടി വന്നു എന്ന് പറയുക. ജനങ്ങൾക്ക് വേണ്ടതെല്ലാം കൊടുത്തു. പിന്നെ ഭൂമിദേവി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അഗ്രങ്ങളെയൊക്കെ ഒന്ന് സമതലങ്ങളാക്കി മാറ്റണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഭൂമിദേവി പറയുക, ഭഗവാന്റെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ദിക്കിലും കൃഷി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഉയർന്ന പ്രദേശം, താഴ്ന്ന പ്രദേശം എന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ മഴയില്ലാത്ത സമയത്ത് ചില ദിക്കിൽ വെള്ളം ഉണ്ടാവില്ല. താഴ്ന്ന സ്ഥലത്തേക്ക് ഒഴുകി പോകും. ഉയർന്ന സ്ഥലങ്ങളിൽ വെള്ളം ഉണ്ടാവില്ല. അവിടെ കൃഷി ഉണ്ടാവാൻ സാധിക്കില്ല, വിഭവങ്ങളെ മുളപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഭൂമി പറഞ്ഞതനുസരിച്ചാണ് അത്രേ വില്ലിൻ്റെ അഗ്രം കൊണ്ട് ചില പ്രദേശങ്ങളൊക്കെ തട്ടി നിരപ്പാക്കി ഇത്രേ. മിക്കവാറും എന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, മുഴുവനില്ല. ഇന്നിപ്പോൾ JCB വന്നിട്ട് മുഴുവൻ തട്ടി നിരപ്പാക്കുന്നുണ്ട്, അത്രയും ഇല്ല. കുറച്ച് പ്രദേശങ്ങൾ പർവ്വതങ്ങളായിട്ടൊക്കെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ജനങ്ങൾക്ക് താമസിക്കാൻ പാകത്തിന്, ജനങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നേരെയാക്കുക വേണ്ടു. ഒരുപോലെ ആക്കി ജനങ്ങൾക്ക് വീടുകളുണ്ടാക്കി കൊടുത്തു. ഒരുപാട് രീതിയിലുള്ള വീടുകൾ, ഗ്രാമങ്ങൾ, പത്തനങ്ങൾ, പട്ടണങ്ങൾ, നഗരങ്ങൾ, മഹാനഗരങ്ങൾ, അഗ്രഹാരങ്ങൾ എന്നുള്ള രീതിയിൽ അടുത്തടുത്ത് താമസിക്കേണ്ട ആളുകൾക്ക്, ഏതാണ്ട് ഒരേ രീതിയിലുള്ള സംസ്കാരമുള്ള ആളുകൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു അത്രേ. ഇപ്പോൾ ഈശ്വരാരാധന അഗ്രഹാരങ്ങളൊക്കെ അങ്ങനെയാണ്. എല്ലാവരും ഏതാണ്ട് ഒരേ സമ്പ്രദായത്തിലുള്ള ആൾക്കാരാവും. അവർക്ക് ഒരുപോലെ ജീവിക്കാൻ പാകത്തിന് അല്ലേ. ഇപ്പോൾ സസ്യാഹാരം മാത്രം കഴിക്കുന്ന ആൾക്കാർ ഒരു ഭാഗത്ത്, മാംസാഹാരം മാത്രം കഴിക്കുന്ന ആൾക്കാർ ഒരു ഭാഗത്ത്. ഇത് രണ്ടും കൂടി ആകെ ഇടകലർന്നുകൊണ്ടാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പലർക്കും ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ അങ്ങനെയല്ല അത്രേ, ഓരോരുത്തർക്കും അവരവർക്ക് യോജിച്ച രീതിയിൽ താമസിക്കാൻ പാകത്തിന് വീട്. ചെറിയ വീട് വേണോ? അവിടെ ഒരു 6-7 രീതിയിലുള്ള വീടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു മേൽക്കൂര മാത്രമുള്ള വീടായിട്ട്, തട്ട് ഉള്ള വീടായിട്ട്, തട്ടുണ്ട് മേൽക്കൂരയുണ്ട്, എന്നാൽ 2ാം നിലയിൽ താമസിക്കാനൊന്നും പറ്റില്ല, അങ്ങനെയുള്ള വീടുകളായിട്ട്. ഇനി 2 നിലകളായിട്ട്, ബഹുനിലകളായിട്ട്, ഏത് രീതിയിൽ വേണമെങ്കിലും, മരം കൊണ്ട് വേണോ കല്ലുകൊണ്ട് വേണോ, ഏത് രീതിയിലാച്ചാൽ അവരവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ വീട് വെച്ച് താമസിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത രാജാവ്, പൃഥുമഹാരാജാവ്, എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യം അദ്ദേഹം സൽക്കർമ്മം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൽക്കർമ്മം ചെയ്തു പൃഥുമഹാരാജാവ്. എങ്ങനെ? അശ്വമേധയാഗം ചെയ്തു. 99 യാഗം ചെയ്തു. 100ാമത്തെ യാഗമായപ്പോൾ ഇന്ദ്രന് തൻ്റെ പദവി നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു പരിഭ്രമം കൊണ്ട് ഇന്ദ്രൻ ആരും കാണാത്ത വേഷത്തിൽ അദൃശ്യനായി വന്ന് കുതിരയെ കൊണ്ടുപോയി. പൃഥുമഹാരാജാവോട് യാഗം ദീക്ഷിച്ചിരിക്കുക. മൂത്ത മകനായിട്ടുള്ള വിജിതാശ്വനെ പറഞ്ഞയച്ചു, പോയിട്ട് കുതിരയെ കൊണ്ടുവരാൻ. ഈ ആളെ കാണാൻ പറ്റിയില്ല, ആരാ കൊണ്ടുപോകണമെന്ന് കാണാൻ പറ്റില്ല. കുതിര എങ്ങനെ പോകുന്നുണ്ട്, ആരാ കൊണ്ടുപോകണമെന്ന് പറയാൻ പറ്റുന്നില്ല. അവസാനം വിജിതാശ്വൻ അസ്ത്രം പ്രയോഗിച്ചു. അസ്ത്രം പ്രയോഗിക്കുമെന്ന് കണ്ടപ്പോൾ, കാരണം അത്രി മഹർഷിയാണ് അത്രേ കാണിച്ചു കൊടുത്തത്, ഇന്ദ്രനാണ് കൊണ്ടുപോകുന്നത്, ദിവ്യമായ ചക്ഷുസ് കാണിച്ചു കൊടുത്തു വിജിതാശ്വൻ അത്രി മഹർഷി. അപ്പോൾ ഇന്ദ്രനെ കണ്ടു. അമ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ഇന്ദ്രൻ കുതിരയെ വിട്ട് അവിടുന്ന് അപ്രത്യക്ഷനായിട്ട് മാറി, ഓടിപ്പോയി ഇത്രേ. കുതിരയെ കൊണ്ടുവന്നു. അശ്വത്തെ ജയിച്ചു വരിക കാരണം, ഇന്ദ്രനെ ജയിച്ച അശ്വത്തെ കൊണ്ടുവരിക കാരണം വിജിതാശ്വൻ എന്ന ഒരു പേര് ആ ഇന്ദ്രന് പൃഥുപുത്രന് കൊടുത്തു. എന്ന് വിചാരിച്ച് ഇന്ദ്രൻ വിട്ടില്ല അത്രേ. വീണ്ടും യാഗം ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ യൂപത്തിൽ ബന്ധിച്ചതായിട്ടുള്ള കുതിരയെ, കുറേ കുതിരയുണ്ട്. ഈ യൂപം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. ഇത് സ്വർണത്തിൻ്റെ ചങ്ങല കൊണ്ടാണ് അത്രേ ബന്ധിക്കുക. യാഗം നടത്തുമ്പോൾ സ്വർണത്തിൻ്റെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ കുതിരയെ തിരിച്ചറിയാൻ സാധിക്കുക. ഇനി അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല വെച്ചാൽ ഈ കുതിരയെ കെട്ടിയിട്ട് എൻ്റെ അടുത്ത ഒരു പന്തം കത്തിച്ച് വയ്ക്കും. അത് യാഗാശ്വമാണ് എന്ന് മനസ്സിലാക്കാൻ. ആ തീനെ പന്തത്തെ കെടുത്തി സ്വർണ്ണച്ചങ്ങലയോടുകൂടി വീണ്ടും ആ കുതിരയെ അപഹരിച്ചു. ഇത്തവണ വിജിതാശ്വൻ പറഞ്ഞു, ഞാൻ ഇന്ദ്രനെ വധിച്ചിട്ടേ വരുള്ളൂ എന്ന്. വേഷം മാറിയിട്ടാണ് അത്ര ഇന്ദ്രൻ വന്നത്. പക്ഷേ വിജിതാശ്വൻ്റെ മുമ്പിൽ ജയിക്കാൻ സാധിച്ചില്ല. അവസാനം ഇന്ദ്രൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അത്രി മഹർഷി
പറഞ്ഞു അത്രേ, രാജാവേ ദേവേന്ദ്രനാണ് പല രീതിയിൽ ഈ യാഗം മുടക്കാൻ നോക്കണതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഇന്ദ്രൻ്റെ കഥ കഴിക്കുമെന്ന് പറഞ്ഞ് അമ്പും വില്ലുമായിട്ട് രാജാവ് എണീറ്റപ്പോൾ പറഞ്ഞു, വേണ്ട അവിടെ ഇരുന്നോളൂ. യാഗം ദീക്ഷിച്ചിരിക്കുന്ന രാജാവ് ഹത്യ ചെയ്യാൻ പാടില്ല, അത് ഞങ്ങൾ ബ്രാഹ്മണർ ചെയ്തോളാം എന്ന് പറഞ്ഞു. കാരണം ഒരു യാഗത്തിന് ഒരു ആചാര്യനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പോരായ്മകൾക്കൊക്കെ പരിഹാരം ആചാര്യം കണ്ടോളണം എന്നാണ്. ആ അത്രി മഹർഷി പറഞ്ഞു അത്രേ, ഞങ്ങൾ ബ്രാഹ്മണർക്ക് ദേവന്മാർ ഉറപ്പ് തന്നിട്ടുണ്ട്, നിത്യസന്ധ്യാവന്തനാദി കാര്യങ്ങൾ ഒക്കെ വേണ്ട പോലെ ചെയ്യുന്ന ഒരു ബ്രാഹ്മണൻ ആവാഹിച്ചാൽ ദേവന്മാർ വന്നോളാം എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ദ്രനെ ഞങ്ങൾ ആവാഹിച്ച് ഈ അഗ്നിയിൽ അങ്ങോട്ട് ഹോമിച്ചോളാം. അതായത് ബ്രാഹ്മണർക്ക് ദേവന്മാർ കൊടുത്തൊരു അനുഗ്രഹമാണ്, അവർ വിളിച്ചാൽ വന്നോളാം. എന്നിട്ട് അവർ ആവാഹിച്ച് പൂജയോ നിവേദ്യമോ എന്തൊക്കെയാ സമർപ്പിച്ച് അവർ ചെയ്യുന്ന പ്രാർത്ഥനകളൊക്കെ അനുസരിച്ച് നടപ്പിലാക്കി അവർ ഉദ്ദേശിച്ച് പൊക്കോളൂ എന്ന് പറയുമ്പോഴേ പോവുള്ളൂ. ഇന്ദ്രനെ വിളിച്ചു വരുത്തി പോകാൻ പറയണില്ല, ഭക്ഷണവും നിവേദ്യം ഒന്നും കൊടുക്കണില്ല, ഞാൻ ഹോമിച്ചോളാം എന്ന് പറഞ്ഞു. അത്രി മഹർഷി വിചാരിച്ചാൽ പറ്റും. കാരണം എന്താ, ഈ അത്രി മഹർഷി ത്രിമൂർത്തികളെ മുഴുവൻ സ്വന്തം മക്കളാക്കി മാറ്റിയ ആളാണ്. അത്രി മഹർഷി തപസ് ചെയ്തിട്ട് ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് ത്രിമൂർത്തികൾ എനിക്ക് മക്കളായിട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് അനസൂയാദേവിയുടെ പ്രഭാവം കൊണ്ട് ബ്രഹ്മാവ് സോമനായിട്ടും മഹാവിഷ്ണു ദത്താത്രേയനായിട്ടും മഹാദേവൻ ദുർവാസാവായിട്ടും വന്നത്. അപ്പോൾ ത്രിമൂർത്തികളെപ്പോലും തൻ്റെ വരുതിയിലാക്കിയ അനസൂയാദേവിയുടെ ഭർത്താവാണ് അത്രി മഹർഷി. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ദ്രനെ ഹോമിക്കാൻ പ്രയാസമൊന്നുമില്ല. ദേവേന്ദ്രൻ പേടിച്ച് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവ് ചോദിച്ചു, എന്തിനാ ഈ യാഗം മുടക്കാൻ പോയത്? ഇന്ദ്രൻ പറഞ്ഞു, പേടിച്ചിട്ടാണ്, എൻ്റെ ഇന്ദ്രപദവി പോവുമോ എന്ന് പേടിച്ചിട്ടാണ്. പറഞ്ഞു, പൃഥുമഹാരാജാവ് ഈ ദേവലോകത്തിൻ്റെ പതി മാത്രമല്ല ഇന്ദ്ര നീയ്, ഈ പൃഥുമഹാരാജാവ് 14 ലോകത്തിനും പതിയാണ്. 14 ലോകത്തിനും പതിയായിട്ടുള്ള ഈശ്വരനായിട്ടുള്ള അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ നിനക്ക് ആയോ ചോദിക്കുക. ഈ ഇന്ദ്രനുണ്ടല്ലോ, ഭഗവാന്റെ ഓരോ അവതാരത്തിലും എത്ര തവണയാണ് ഭഗവാനെ എതിർക്കാൻ പോയിട്ടുള്ളത് അറിയോ? കൃഷ്ണാവതാരത്തിൽ മഴ പെയ്യിച്ചിട്ട് ആ ഭഗവാൻ ഗോവർദ്ധനം ഉയർത്താൻ കാരണമായി. എത്ര തവണയായിട്ട് ഋഷഭദേവൻ്റെ കാലത്ത് മഴ പെയ്യിക്കാണ്ട് ഇന്ദ്രൻ ആ ഭഗവാനെ എതിർക്കാൻ നോക്കിയിട്ടുണ്ട്. കൃഷ്ണാവതാരത്തിൽ മഴ പെയ്യിച്ചിട്ടാണ്. പിന്നെ സത്യഭാമയോട് കൂടി സ്വർഗ്ഗലോകത്ത് പോയി പാരിയാതം കൊണ്ടുവരുമ്പോൾ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് എതിർത്തിട്ടുണ്ട്. എത്ര തവണ ദാ പൃഥു അവതാരത്തിൽ. അപ്പോഴാണ് ബ്രഹ്മാവ് വന്നിട്ട് പറഞ്ഞു പൃഥുമഹാരാജാവിനോട്, അങ്ങ് 99 യാഗം നടത്തിയില്ലേ, അത് മതി. 100 യാഗം നടത്തിയാൽ ശതക്രതു എന്ന പേരായിട്ട് മാറും. ആ പേര് ദേവേന്ദ്രന് ഒരു പരിഭ്രമമാണ്, അങ്ങയുടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ളത്. അങ്ങാണെങ്കിൽ യാതൊരു പദവിയിലും മോഹമില്ലാത്ത ആളാണല്ലോ, അതുകൊണ്ട് ഏകോന ശതക്രതു എന്ന പേര് നൽകാം, യാഗം നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. നിർത്തിയിത്രേ. പിന്നെ ഇന്ദ്രനുമായിട്ട് സൗഹൃദം. അപ്പോൾ ഭഗവാന് ഒരു സംശയം. കാരണം ബ്രഹ്മാവ് വന്നിട്ട് യാഗം നിർത്താൻ പറഞ്ഞപ്പോൾ പൃഥുമഹാരാജാവിന് സങ്കടമായോ എന്ന് സംശയം അത്രേ ഭഗവാന്. ഭഗവാൻ എന്ത് ചെയ്തു, ഞാൻ തന്നെ നേരിട്ട് വരാം എന്ന് പറഞ്ഞ് അന്ന് സുദർശനം കൊടുത്തു പോയതാണ് അവതാര സമയത്ത്. ആ ഭഗവാൻ പൃഥുമഹാരാജാവിൻ്റെ യാഗഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഭഗവാൻ മാത്രമല്ല കേട്ടോ, ആ ഭഗവാന്റെ കൂടെ ഭഗവാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ ഉണ്ടാവുക എന്നറിയാലോ. ഭക്തന്മാർ, നാരദാദി മഹർഷിമാർ, അനവധി ഭക്തന്മാരോടുകൂടിയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. പൃഥുമഹാരാജാവ് ഭഗവാനെ സ്തുതിച്ചങ്ങ് നമസ്കരിച്ചു അത്രേ. ഭഗവാനെ എന്തൊരു ഭാഗ്യമാണ്, ഓരോരോ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് യാഗം ചെയ്യും. പക്ഷെ ആരും ഭഗവാനെ കാണണം എന്ന് വിചാരിച്ചിട്ട് യാഗം ചെയ്യാറില്ല. ഭഗവാനെ കിട്ടണമെന്ന് വിചാരിച്ച് ആരും കർമ്മം ചെയ്യാറില്ല. ഓരോരുത്തർ കർമ്മം ചെയ്യുമ്പോഴും അവരുടെ ആഗ്രഹം എന്താ, ആ കർമ്മം ചെയ്യുമ്പോൾ ഭഗവാൻ എന്തെങ്കിലും സമ്മാനം ഇങ്ങോട്ട് തരണം. ഇപ്പോൾ ഗണപതിയെ പ്രാർത്ഥിക്കുമ്പോൾ ഗണപതി എന്തെങ്കിലും ഇങ്ങോട്ട് തരണം എന്നല്ലാണ്ട് ഗണപതി കൂടെ വരണം, എപ്പോഴും ഗണപതി സ്മരണയുണ്ടാവണം എന്ന ചിന്തയൊന്നും ഉണ്ടാവാറില്ല. പ്രാർത്ഥിച്ച് കാര്യം നേടുക എന്നുള്ളത്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ഊഹിച്ചിട്ടില്ല. യാഗം ഭൂമിയിൽ സൽക്കർമ്മങ്ങളില്ലാത്തത് കൊണ്ടാണ് വിഭവങ്ങൾ മുളച്ചു വരാത്തത് എന്ന് ഭൂമിദേവി പറഞ്ഞപ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് പട്ടിണി ഉണ്ടാവരുത്, അവിടെ കൃഷിക്കോ ഭൂമിയിലെ വിഭവങ്ങൾക്കോ ഒരു കുറവുണ്ടാവരുത് എന്ന് വിചാരിച്ച് സൽക്കർമ്മം ചെയ്തു എന്നേ ഉള്ളൂ. ഭഗവാൻ പറയുക, ഇതുതന്നെയാണ് ഏറ്റവും വലിയ ആ ലക്ഷണം, നല്ല മനുഷ്യൻ്റെ ലക്ഷണം, ഭക്തൻ്റെ ലക്ഷണം. തനിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഭഗവാൻ പൃഥുമഹാരാജാവിനോട് പറയുക, അങ്ങയെപ്പോലെ ഒരു ഭക്തൻ വേറെ ഉണ്ടാവില്ല. നോക്കൂ, ഭഗവാന്റെ തന്നെ അവതാരമാണ്. ഭഗവാന്റെ അവതാരമായിട്ടുള്ള പൃഥുമഹാരാജാവിൻ്റെ ഒരു കർമ്മത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി
എന്താ ഈ പൃഥ്വിചരിത്രം എന്ന കഥയുടെ ആ ലക്ഷണം? കാമം എന്ന പുരുഷാർത്ഥത്തെയാണ് കാണിച്ചു തരുന്നത്. അവനവൻ്റെ കാമമല്ല, അവനവന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ സഫലമാവാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുക. പൃഥു മഹാരാജാവ് ഒന്നും തനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല, തൻ്റെ കൊട്ടാരത്തിന് വേണ്ടി ചെയ്തിട്ടില്ല, തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തിട്ടില്ല. എല്ലാം തൻ്റെ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ ഭഗവാൻ പോവാൻ ഇങ്ങനെ ഭാവിച്ച് നിൽക്കുക. പക്ഷേ ഭഗവാൻ പോണില്ല. വീണ്ടും ഭഗവാനെ സ്തുതിച്ചു അത്രേ. ഭഗവാനെ, അങ്ങനെയുള്ള ഭക്തി എനിക്ക് മാത്രമല്ല എൻ്റെ രാജ്യത്തുള്ള എല്ലാവർക്കും ഭക്തിയെ നൽകണം എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്തെങ്കിലും വരം ചോദിക്കൂ എന്ന് പറഞ്ഞു അത്രേ. എനിക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വരം കൊടുക്കാണ്ട് പോകാൻ വയ്യ, എന്തെങ്കിലും വരം ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയം ഉണ്ടായില്ല. കർണായുധം, എനിക്കൊരു 10,000 ചെവി വേണമെന്നാണ് അത്രേ പറഞ്ഞത്. 2 ചെവി കൊണ്ട് കുറച്ച് ദൂരെയുള്ള ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. ഈ ഭൂമിയിൽ എവിടെയൊക്കെ ഈശ്വര കഥകൾ പറയുന്നുണ്ടോ അതൊക്കെ എനിക്ക് കേൾക്കണം. കാരണം ഈശ്വര ആരാധനയിൽ ആദ്യത്തത് ശ്രവണമാണ്. അത് വേണ്ട പോലെ ആവണം. പറഞ്ഞാൽ കേൾക്കണം. പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ ആ ചെവിക്ക് ശക്തി വേണം. അതുകൊണ്ട് എനിക്കൊരു 10,000 ചെവിയുടെ ശക്തി വേണം എന്ന് പറഞ്ഞപ്പോൾ അനുഗ്രഹിച്ചു കൊടുത്തു അത്രേ. ഈ പ്രപഞ്ചത്തിൽ എവിടെ ഈശ്വര ആരാധന നടക്കുമ്പോഴും പൃഥു മഹാരാജാവിന് കേൾക്കാൻ പറ്റൂ അത്രേ. അത് നമ്മളോടും പറയണു, എന്താ, എവിടെയൊക്കെ സൽക്കഥകൾ പറയുന്നുണ്ടോ അവിടെയൊക്കെ പോയിരുന്ന് ആ കഥകൾ കേട്ടോളൂ എന്ന് പറയുക. ഭഗവത് കഥകൾ ധാരാളം കേട്ടോളൂ, ധാരാളം കേട്ടോളൂ. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം, അല്ലേ? ആദ്യത്തേത് ഏതാ? ശ്രവണം. ആ കേട്ടത് നേരെയായാലേ ബാക്കി നേരെയാവുള്ളൂ. സ്കൂളിൽ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ആ പറയണത് ശരിക്ക് കേട്ടാലേ അത് വീട്ടിൽ വന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. ക്ലാസ്സിൽ ശ്രദ്ധിക്കാണ്ടിരുന്നാൽ വീട്ടിൽ വന്ന് പുസ്തകം വായിച്ചാൽ മനസ്സിലാവില്ല. എന്നാൽ അധ്യാപകർ പഠിപ്പിക്കുന്നത് നല്ലവണ്ണം ശ്രദ്ധിച്ചു എന്നുണ്ടെങ്കിൽ അത് തന്നെ മതി. പരീക്ഷയ്ക്ക് ചോദ്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് ടീച്ചർ പഠിപ്പിച്ചത് ഓർമ്മയുണ്ട് എനിക്ക്. ശ്രദ്ധ, ആ ശ്രദ്ധ കേൾക്കുക. അതിനാണ് ആദ്യം തന്നെ പറയുന്നത്, പറഞ്ഞാൽ കേൾക്കണം, പറഞ്ഞാൽ കേൾക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? അത് ആരെന്ത് പറഞ്ഞാലും അത് കേൾക്കണം. എന്നിട്ട് അതിൽ നല്ലതാണെന്നുണ്ടെങ്കിൽ ക്ഷണനേരം പോലും സമയം പാഴാക്കാണ്ട് അതിനെ അനുസരിക്കണം. നല്ലതാണെങ്കിൽ. ദോഷം പറഞ്ഞു വിചാരിച്ചാൽ അതിന് കേൾക്കേണ്ടതില്ല. ഇവിടെ കേൾക്കണം. കേട്ടിട്ട് അത് വേണോ വേണ്ടോ തീരുമാനിക്കണം. ഭഗവത് കഥകൾ മാത്രം എനിക്ക് കേട്ടാൽ മതി എന്ന് പറഞ്ഞു അത്രേ. അവിടെ ഭഗവാൻ അന്തർധാനം ചെയ്തു. ഭഗവാൻ അന്തർധാനം ചെയ്തതോടുകൂടി അവിടെ ഭക്തന്മാർ വന്നു എന്നാണ് പറഞ്ഞത്. ധാരാളം മഹർഷിമാർ വന്നു. കാരണം ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാനെ ആവശ്യപ്പെടാണ്ട്, അങ്ങോട്ട് ഭഗവാനെ വരൂ എന്ന് പറയാണ്ട്, ഭഗവാനെ തപസ് ചെയ്യാണ്ട്, ഭഗവാനെ കാണണമെന്ന് മോഹമില്ലാണ്ട് നിസ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്ത ആ രാജാവിൻ്റെ മുമ്പിലേക്ക് മഹർഷിമാർ ധാരാളം കാണാൻ വന്നു. അതുപോലെ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കാണാൻ വന്നു. അപ്പോൾ എല്ലാവരും കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ഇവിടെ കൊട്ടാരത്തിൽ സ്ഥലം കുറവാണെന്ന് പറഞ്ഞ് ഗംഗ യമുനയോർ മധ്യ, ഗംഗയുടെയും യമുനയുടെയും മധ്യത്തിൽ വിശാലമായിട്ടുള്ള മൈതാനത്തിൽ ജനങ്ങളെല്ലാവരെയും വിളിച്ചു കൂട്ടി. അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് ജനങ്ങൾക്ക് രാജാവ് തത്വോപദേശം കൊടുത്തു എന്നാണ്. ഓരോ ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് പറഞ്ഞത്. ഒരു ഭാഗത്ത് ബ്രാഹ്മണരിയ്ക്കുന്നുണ്ട്. ആ ബ്രാഹ്മണരോട് പറയുമ്പോൾ നിർദ്ദേശപ്രകാരമല്ല, അവരോട് അപേക്ഷപ്രകാരം പറയും. അല്ലേ? സജ്ജനങ്ങളെ നോക്കിയിട്ട് പറയും, അല്ല അങ്ങനെയല്ലേ വേണ്ടത്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന ഭാവത്തിലാണ് സജ്ജനങ്ങളെ നോക്കിക്കൊണ്ട് പറയുക. യുവാക്കളായിട്ടുള്ള ആളുകളെ നോക്കിക്കൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്തോളണം കേട്ടോ എന്ന് പറഞ്ഞ് ശാസനയായിട്ടാണ് അത്രേ പറയുക. അല്ലേ? നമ്മൾ തന്നെ ഓരോ കാര്യം ഓരോരുത്തരോടും പറയുമ്പോൾ, മക്കളോട് പറയുമ്പോൾ ഇവിടെ കൊണ്ടുവരൂ എന്ന് പറയാം. അല്ലേ? അതുപോലെ അച്ഛനോട് പറയുമ്പോൾ അങ്ങനെ ബഹളം വെച്ച് പറയാൻ പറ്റുമോ? അച്ഛാ അതൊന്നും എടുത്തു തരുമോ? എന്നാൽ ഒരു ഗുരുനാഥനോട് എന്ന് പറയുമ്പോൾ, ഗുരുനാഥ ഞാനതൊന്നും എടുത്തോട്ടെ. അവിടെ ബഹുമാനം കൂടുതൽ. അച്ഛനോടാകുമ്പോൾ സ്നേഹവും ബഹുമാനവും ചേർന്നിട്ട്, മക്കളോടാകുമ്പോൾ നമുക്ക് ആജ്ഞാപിക്കാൻ അധികാരമുണ്ട്. സുഹൃത്തുക്കളോടാകുമ്പോൾ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഇതുപോലെ പൃഥു മഹാരാജാവ് ഒരേ സദസ്സിൽ തന്നെയാണ് അവരിയ്ക്കുന്നത്. ബ്രാഹ്മണരായിട്ടുള്ളവരുണ്ട്, ഭക്തന്മാരുണ്ട്, യുവാക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഓരോരുത്തരെയും നോക്കിയിട്ട് അതാത് രീതിയിൽ സംസാരിക്കണോത്രേ. പറഞ്ഞു കൊടുത്തു ജനങ്ങളോട്, ഒരിക്കലും നിന്ദ വരാൻ പാടില്ല കേട്ടോ. സജ്ജനങ്ങൾ നിന്ദിക്കുക എന്നുള്ളൊരവസ്ഥ ഒരു കാലത്തും വരാൻ പാടില്ല. നിങ്ങളുടെ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ, അച്ഛനെ അമ്മയെ ആചാര്യനെ ശാസ്ത്രങ്ങളെ അനുസരിച്ച് വേണം ജീവിക്കാൻ എന്ന് ഉപദേശിച്ചു കൊടുത്തു യുവാക്കളോട്. അല്ലേ? ഇടയ്ക്ക് സജ്ജനങ്ങളെ നോക്കുന്നുണ്ട്, എങ്ങനെയല്ലേ വേണ്ടത്
എന്ന്. കാരണം എന്താ വെച്ചാൽ സജ്ജനങ്ങൾ മുമ്പിലിരിക്കുന്നത് എന്തിനാ? സജ്ജനങ്ങളുടെ മുമ്പിൽ വിഷയം പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർ തിരുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പറഞ്ഞു. ദുഷ്ടനായിട്ടുള്ള പ്രഹ്ലാദൻ്റെ അച്ഛൻ ഹിരണ്യകശിപു അല്ലേ, അദ്ദേഹത്തിന് സദ്ഗതിയല്ലേ കിട്ടിയത്? ഹിരണ്യകശിപു കാരണമാണോ? അല്ല, പുത്രനായ പ്രഹ്ലാദൻ ഉണ്ടാവുക കാരണം. അപ്പം അതുകൊണ്ട് ദുഷ്ടനായൊരു അച്ഛൻ്റെ മകനായി ജനിച്ചു എന്നുള്ളത് കൊണ്ട് ആൾ മോശക്കാരനാണ് വിചാരിക്കരുത്. അസുരനായിട്ട് ജനിച്ചു എന്നുള്ളത് കൊണ്ട് മോശക്കാരനല്ല. കർമ്മം കൊണ്ട് നാരദ മഹർഷി പറഞ്ഞത് കേട്ട് അനുസരിക്കാൻ തയ്യാറായതുകൊണ്ട് പ്രഹ്ലാദൻ മഹാഭക്തനായിട്ട് മാറി. ഈ പ്രഹ്ലാദൻ പറഞ്ഞത് കേട്ട് അനുസരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് പേരക്കുട്ടിയായിട്ടുള്ള മഹാബലി കേമനായിട്ട് മാറിയത്. ഇതുപോലെ സജ്ജനങ്ങൾ പറഞ്ഞു തന്ന വിഷയങ്ങൾ, ശാസ്ത്രങ്ങൾ, അതിൽ ശ്രദ്ധ വേണം, അതിൽ വിശ്വാസം വേണം. വിശ്വാസം അല്ലേ, സജ്ജനങ്ങൾ പറഞ്ഞു തരുന്നത് ശാസ്ത്രമാണ്. അവരുടേതായിട്ടൊന്നും പറയില്ല. അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു. അറിവുള്ളവർ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ വിശ്വസിച്ച് അതിനെ സ്വീകരിക്കാൻ തയ്യാറാവണം എന്ന് പൃഥുമഹാരാജാവ് ജനങ്ങൾക്ക് ഉപദേശം കൊടുത്തു. ആ ജനങ്ങളിൽ ഉള്ള ഋഷീശ്വരന്മാർ പൃഥുമഹാരാജാവിനെ അഭിനന്ദിക്കുന്നു. ഇങ്ങനെ ഒരു രാജാവിൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു രാജാവിൻ്റെ ഭരണകാലത്ത് ജീവിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ മഹാഭാഗ്യം എന്ന് പറയണു. അപ്പോഴേക്കാണത്രേ സനകാദി മഹർഷിമാർ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് സനകാദി മഹർഷിമാരെ നമസ്കരിച്ചു. സനകാദികളോട് പറഞ്ഞു അത്രേ, എൻ്റെ നാട്ടിലെ ജനങ്ങളാണ്, ഇവരെയൊക്കെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ആ സനകാദികൾ ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പൃഥുമഹാരാജാവിൻ്റെ മുമ്പിൽ കുറച്ച് ഉപദേശങ്ങൾ, സാരം സുഷ്ടു മിതം മധു, ഈ രീതിയിലാണ് പറഞ്ഞത്രേ. വിസ്തരിച്ച് പറഞ്ഞൊന്നുമില്ല. സാരം, ആ സാരത്തെ മാത്രം പറഞ്ഞു കൊടുത്തു. മധുരമായിട്ട് പറഞ്ഞു കൊടുത്തു. കേൾക്കാൻ താല്പര്യം ഉണ്ടാവുന്ന രീതിയിൽ വീണ്ടും വീണ്ടും കേൾക്കണം എന്ന ഭാവത്തിൽ പറഞ്ഞു കൊടുത്തു മധുവായിട്ട്. മിതം ചുരുക്കി പറഞ്ഞു കൊടുത്തു. ചുരുക്കിയിട്ട് പറഞ്ഞു കൊടുത്തു സുഖമായിട്ട്. സനകാദികളുടെ ഉപദേശം. സനകാദികൾ പറഞ്ഞു, ഒരു രാജാവ് എങ്ങനെ വേണം, ഒരു മനുഷ്യൻ എങ്ങനെ വേണം, ഒരു ഭർത്താവ് എങ്ങനെ വേണം, ഒരു മകൻ എങ്ങനെ വേണം എന്ന് എല്ലാം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ഭഗവാന്റെ ഒരു അവതാരമാണ് പൃഥു അവതാരം. സജ്ജനങ്ങളെ കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭാഗ്യമാണ് എന്ന് പറയുക. ഇവിടെ നോക്കൂ, ഇവിടെ ഭഗവാനെ കണ്ടതിന് ശേഷമാണ് സനകാദികളെ കാണാൻ സാധിച്ചത് രാജാവിന്. അപ്പോൾ ഭഗവാനെ കാണുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് എന്ത്, ഭക്തന്മാരെ കാണണമെന്നുണ്ടെങ്കിൽ. ഇത് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം. മഹാദേവൻ പോലും പറയുന്നുണ്ട്, ഭക്തന്മാരെ കാണണമെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണെന്ന്. ഭഗവാനെ കാണാം, കൊല്ലാൻ വന്ന പൂതനയ്ക്ക് കാണാൻ പറ്റിയില്ലേ ഭഗവാനെ, എടുക്കാൻ പറ്റിയില്ലേ ഭഗവാനെ, വിഷം കൊടുക്കാനാ വന്നത്, കാണാനൊക്കെ പറ്റി. പക്ഷേ ഭക്തന്മാരെ കാണണമെങ്കിൽ നല്ല പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഭഗവാനെ കണ്ട ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് സനകാദികളെ നിങ്ങളെ കാണാൻ സാധിച്ചത് എന്ന് പറഞ്ഞു. സനകാദികളുടെ ഉപദേശവും സ്വീകരിച്ച് ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ചു ഉത്തരേ പൃഥു മഹാരാജാവ്. അപ്പോഴാണ് അങ്ങയുടെ തലമുടിയൊക്കെ കുറേ നരച്ചിട്ടുണ്ട്, ഇനി പൂർണ്ണമായും ഈശ്വര ആരാധനയിലേക്ക് വാനപ്രസ്ഥം എന്ന മൂന്നാമത്തെ ആശ്രമത്തിലേക്ക് കടന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ വിജിതാശ്വനെ രാജാവാക്കി കാട്ടിലേക്ക് പോയപ്പോഴാണ് പിന്നാലെ അർച്ചിസ് ഭാര്യ പറഞ്ഞത് ഞാനും ഉണ്ട് കൂടെ എന്ന്. കൂട്ടിയിത്രേ, കൂടെ കൂട്ടി അർച്ചിസിനെ. അർച്ചിരുന്നാമ മഹാരാജ്ഞി, ആ മഹാറാണി അർച്ചിസും കാട്ടിൽ പോയി. കാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തപസ്സായിരുന്നു അത്രേ. നല്ല വേനൽക്കാലത്ത് 4 ഭാഗത്തും തീ കൂട്ടി നട്ടുച്ചയ്ക്ക് മുകളിൽ നിന്നുള്ള സൂര്യൻ്റെ ചൂടും പഞ്ചാഗ്നി മധ്യത്തിലാണ് ആ തപസ് ഉണ്ടായത്. തണുപ്പ് കാലത്ത് കഴുത്തോളം തണുത്ത വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ടാണ് തപസ്. കാരണം ശരീരത്തെ പൂർണ്ണമായി മറന്ന് ശരീരസുഖത്തെ പൂർണ്ണമായി വിട്ട് അകത്തിരിക്കുന്ന ആത്മാവിനെ മാത്രം, ആത്മാവിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കി തപസ് ചെയ്ത് അവിടെ നിലത്ത് കിടന്നുറങ്ങുക. പുല്ല് പോലും വിരിക്കില്ല, വെറും മണ്ണിൽ കിടന്നുറങ്ങുക, ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുക. കൂടെ ആരുണ്ടായിരുന്നു? അർച്ചിസ് എന്ന ഭാര്യ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ സേവിച്ചുകൊണ്ട്. ഒരു ദിവസം അർച്ചിസ് വന്ന് തൊട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ വിട്ട് ജീവൻ പോയിട്ടുണ്ട്. കുറച്ച് നേരം ക്വചിത് വിലാപ്യ എന്ന് പറയുന്നുണ്ട്. ഭർത്താവ് മരിച്ചാൽ കുറച്ച് കരയണത്ര ഭാര്യ. സമാധാനമായി ഇനിയുള്ള കാര്യം സമാധാനമായി ജീവിക്കാൻ സന്തോഷം ഉണ്ടെങ്കിലും വേണ്ടില്ല, ഒന്ന് കരയണം എന്ന് പറയുക. ഈ മഹാലക്ഷ്മിയായിട്ടുള്ള അർച്ചിസും ഒന്ന് ചെറുതായിട്ടൊന്ന് കരഞ്ഞു അത്രേ അല്ലേ. കുറച്ചൊന്ന് കരഞ്ഞിട്ട് മതി, കരഞ്ഞതൊക്കെ മതി. കാരണം എന്താ, ജനിച്ച ആൾ മരിക്കാനുള്ളത് തന്നെയാണ്. എന്നാലും ആ ഒരു പതിവ്രതയായവ് കാരണം ഭർത്താവ് മരിച്ചപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കരഞ്ഞു.
പിന്നെ ആ കാട്ടിൽ നടന്നിട്ട് വിറകൊക്കെ ശേഖരിച്ച് ചെത ഉണ്ടാക്കി ഭർത്താവിൻ്റെ ശരീരം ചെതയിൽ വെച്ച് തീ കൊളുത്തിത്രേ. തീ കൊളുത്തി കഴിഞ്ഞിട്ട് ചിന്തിച്ചു, ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഭർത്താവിന് വേണ്ടി തർപ്പണം ചെയ്യണം. അപ്പോൾ നാട്ടിലുള്ള മക്കളൊന്നും അറിയാൻ പോകുന്നില്ല അച്ഛൻ മരിച്ചു എന്ന് വിചാരിച്ച് പിതൃകർമ്മങ്ങൾ ചെയ്തുകൊള്ളണമെന്നില്ല. അർച്ചിസ് ഭർത്താവിൻ്റെ ചെതയ്ക്ക് തീ കൊളുത്തിയിട്ട് നദിയിലിറങ്ങി കുളിച്ച് ഭർത്താവിന് വേണ്ടി ഉദകക്രിയകളൊക്കെ ചെയ്തു അത്രേ. കുറച്ച് തർപ്പണം ചെയ്തു. എന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് നേരെ ഭർത്താവിൻ്റെ ചെത കത്തിത്തീരണതിന് മുമ്പ് വിവേശവന്യം ധ്യായതി ഭർതൃപാദ, ആ ചെതയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. അവിടുന്ന് രണ്ടുപേരുടെ ആത്മാവും പൃഥുമഹാരാജാവിൻ്റെ ജീവനോടെ കാത്തു നിൽക്കണ്ടായിരുന്നു ഉത്തരം അർച്ചിസ് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്. രണ്ടുപേരും കൂടി വിമാനത്തിലേറി നേരെ വൈകുണ്ഠ ലോകത്തേക്ക് പോയി എന്ന് പറയുക. ഈ അർച്ചിസിൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് ദേവസ്ത്രീകൾ പാടുകയാണ് അത്രേ. അഹോയം വധൂർധന്യ യാചൈവം ഭൂപുജാമ്പതിം സർവാത്മനാപതിം ഭേജ യജ്ഞേശം ശ്രീർവധൂരിവ. വളരെ വളരെ ധന്യ തന്നെയാണ് കേട്ടോ ഈ അർച്ചിസ് എന്ന് പറയുക. ഭർത്താവിൻ്റെ കൂടെ ഭൂമിയിലേക്ക് വന്ന് ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് ഭർത്താവിനോടൊപ്പം തന്നെ ഓരോ കർമ്മത്തിലും സഹധർമ്മിണി എന്ന ഭാവത്തെ സ്വീകരിച്ച് ഭർത്താവിനോടൊപ്പം തന്നെ ഭൂമിയിൽ നിന്നും വൈകുണ്ഠലോകത്തേക്ക് തിരിച്ചു പോകാൻ സാധിച്ചില്ലേ, ഭാഗ്യം തന്നെയാണ് എന്ന് പറയുക. ദേവസ്ത്രീകളാണ് പാടുന്നത്. ഈ ദേവസ്ത്രീകൾ പറയുക അത്രേ, ഞങ്ങൾക്ക് ഈ മനുഷ്യരെക്കാൾ കുറേ ആയുസ് കൂടുതലുണ്ട്. ഭൂമിയിൽ 1 വർഷമാകുമ്പോൾ ദേവലോകത്ത് 1 ദിവസമേ ആവുള്ളൂ. അപ്പോൾ എത്രയോ ആയുസ് കൂടുതലുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് ഈ ഭഗവാന്റെ ലോകത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഈ മനുഷ്യലോകത്ത് കുറച്ചു കാലം ജീവിക്കുന്ന ഈ അർച്ചിസിന് ഞങ്ങൾക്ക് പോലും പ്രാപ്യമല്ലാത്ത ഭഗവത് ലോകത്തേക്ക് എത്താൻ സാധിച്ചൂലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അർച്ചിസിൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് പറയുന്നത്. മൈത്രേയ മഹർഷി പറയുകയാണ്, രാജാവേ വിതുര, ഈ പൃഥുമഹാരാജാവിൻ്റെ ചരിത്രം ഉണ്ടല്ലോ വളരെ വലുതാണ്. കൃഷ്ണാവതാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഭാഗവതത്തിൽ വിസ്തരിച്ചിട്ടുള്ള കഥയാണ് പൃഥുമഹാരാജാവിൻ്റെ. കൃഷ്ണാവതാരം 121 അധ്യായമുണ്ട്. പൃഥുമഹാരാജാവിൻ്റെ കഥ 11 അധ്യായങ്ങളിലാണ് വിസ്തരിച്ചത്. ബാക്കി കഥകളൊക്കെ അതിൽ കുറച്ചേ ഉള്ളൂ. നരസിംഹാവതാരം 10 അധ്യായങ്ങളിലാണ് ഉള്ളത്. വാമനാവതാരം 9 അധ്യായങ്ങളിലാണുള്ളത് അല്ലേ. പൃഥുവിൻ്റെ കഥയാണ് 11 അധ്യായങ്ങളിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ പൃഥുചരിത്രം സന്താനഭാഗ്യത്തിന് വളരെ വിശേഷമാണ് എന്ന് പറഞ്ഞു. ത്രികൃത്യമിതമാകർണ്യ നരോ നാരി യഥോധൃത അപ്രജ സുപ്രജതമോ നിർധനോ ധനവത്തമ. സന്താനഭാഗ്യമില്ലാത്ത ദമ്പതിമാർ ഈ പൃഥുചരിത്രം കഥ 3 തവണ തുടർച്ചയായിട്ട് കേട്ടാൽ മതി എന്ന് പറയണു. പിന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരും നിർധനന്മാരായിട്ടുള്ളവരും ഈ പൃഥുചരിത്രം കേട്ടാൽ മതി. ഈ പൃഥുചരിത്രത്തെ വളരെയധികം ഭക്തിയോടുകൂടി കേൾക്കുക. കാമം എന്ന പുരുഷാർത്ഥത്തെ എല്ലാ കാമങ്ങളെയും സിദ്ധിക്കാൻ ഈ പൃഥുചരിത്രത്തെ കേട്ടാൽ മതി എന്ന് പറയണു. അനുദിനം ഇതം ആദരേണ ശൃണ്വൻ, എല്ലാ ദിവസവും ആദരവോടുകൂടി ഈ പൃഥുചരിത്രത്തെ കേൾക്കുന്ന ആളുകൾക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭഗവാനിൽ അചഞ്ചലമായ ഭക്തിയും ജീവിതാനന്തരം ഭഗവാന്റെ പാദത്തിലേക്ക് വിശിഷ്ടമായിട്ടുള്ള മോക്ഷത്തെയും പ്രദാനം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പൃഥുചരിത്രം കഥ മൈത്രേയ മഹർഷി വിതുരരുടെ മുമ്പിൽ പറയണത്. ഈ പുണ്യ സങ്കേതത്തിലിരുന്നു കൊണ്ട് ഇന്ന് രാവിലത്തെ ആദ്യത്തെ ആ ഒരു പ്രഭാഷണം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അകത്തിരിക്കുന്ന ആ ഒരു ഗണപതി ഭഗവാന്റെ മടിയിലിരിക്കുന്നതായിട്ടുള്ള ഒരു ഉണ്ണിക്കണ്ണൻ്റെയും അതിയായ കാരുണ്യം. എന്തെങ്കിലും പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഭാഗവതവുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ അത് ഗുരുനാഥനായിട്ടുള്ള ആ പെരുമ്പള്ളി കേശവൻ നമ്പൂതിരി എന്ന ഭാഗവത ആചാര്യൻ്റെ അനുഗ്രഹം അതൊന്നുകൊണ്ട് മാത്രമാണ്. എല്ലാം ആ ഗുരുനാഥൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും പാദത്തിൽ സമർപ്പിക്കണു. കായേന വാചാ മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഭാഗവതാമൃത സത്രവേദിയെ രാവിലെ തന്നെ അനുഗ്രഹിച്ച കൽപ്പകശ്ശേരി വേണുമൂസത് അദ്ദേഹത്തിന് മഹാസത്രത്തിൻ്റെ പ്രധാന ആചാര്യൻ കൂടിയായ ഭാഗവത കഥാഗോകുലം ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി അദ്ദേഹം ആദരവ് നൽകുന്നു. ഒട്ടേറെ വേദികളിൽ എത്തിച്ചേർന്ന്